അപ്പോൾ ഇന്ന് ഫൈനാൻസ് മേഖലയ്ക്കകത്തുള്ള, സാമ്പത്തിക മേഖലയ്ക്കകത്തുള്ള തകർച്ചകൾ, ഹല്ലേലൂയ, അപ്പൊ അത് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടത്, അതിന്റെ ആത്മീയ കാരണങ്ങൾ എന്താണ് എന്നുള്ള മേഖലയാണ് ശരിക്കും ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് തുടങ്ങി വെക്കുന്നത്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഈ വിഷയത്തിനകത്ത്, ഞാൻ സംസാരിക്കുന്ന വിഷയത്തിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിനകത്ത് ഈ ശുശ്രൂഷയ്ക്ക് ശേഷം നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. കാരണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഷുഡ് നോ the real spiritual എന്ത് പറയുന്നത്, ദ മിസ്റ്ററീസ് ആൻഡ് റെവലേഷൻസ്. ഹല്ലേലൂയ. ആത്മീയമായിട്ട് ദൈവവചനം പൊസിഷൻ ചെയ്തിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്കകത്തുള്ള അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ട് പരിശുദ്ധാത്മാവ് അത് വെച്ചിരിക്കുന്ന ആ പ്രിൻസിപ്പിൾസ്. ഹല്ലേലൂയ. അപ്പൊ അത് ഞാൻ ഇന്ന് തുടങ്ങി വെക്കുവാണ്. ഇതിന്റെ 2ാം പാർട്ട് നമ്മൾ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനും ഡൗട്ട്സും സംശയങ്ങളും ഒക്കെ ദൂരീകരിക്കുന്ന രീതിയിൽ അടുത്തൊരു സെഷൻ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നെങ്കിൽ അത് ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആ ഒരു വിഷയത്തിലേക്ക്, സാമ്പത്തിക തകർച്ചകൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ക്രിസ്തീയ വിശ്വാസികളുടെ മേഖലയ്ക്കകത്താണ് ഞാൻ സംസാരിക്കുന്നത്. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന, യേശുക്രിസ്തുവിനെ സേവിക്കുന്ന, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന വ്യക്തികളുടെ ലൈഫിനകത്തുള്ള സാമ്പത്തികമായിട്ടുള്ള ബ്രോക്കൺനെസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്ത് പ്രോസ്പെരിറ്റി കടന്നു വരാത്തതിനുള്ള ആത്മീയ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നൊരു വിഷയമാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് പറയുന്നത്, ശരിക്കും അറ്റൻറ്റീവ് ഇഫ് പോസിബിൾ. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടെ ശ്രവിച്ചാട്ടെ. ഇതിനകത്ത് നിങ്ങൾക്ക്, ഈ വിഷയത്തിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിനകത്ത് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇനി അത് ക്ലാരിഫൈ ചെയ്യാം. അടുത്ത ശുശ്രൂഷയ്ക്കകത്ത് ആ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായിട്ട് വരുവാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, ഒരു 3-4 കാര്യങ്ങൾ ആദ്യം ആമുഖമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കാം. ഓക്കെ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, റിച്ച്നെസ് അല്ലെങ്കിൽ ധനം അല്ലെങ്കിൽ സമ്പത്ത്. ഒരു മനുഷ്യന് സമ്പത്തുണ്ട് എന്നതുകൊണ്ട് ആ വ്യക്തി ദൈവികമായി അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ആണ് എന്നതിനർത്ഥമില്ല. ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യനെ നോക്കിയിട്ട് ഹല്ലേലൂയ അവൻ സമ്പന്നനാണ് എന്ന് കണ്ടതുകൊണ്ട് ആ വ്യക്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്ത് കൺഫേം ചെയ്ത് പറയാൻ സാധിക്കത്തില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ത് പറയുന്നത്, ശരിക്കും മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നതാണ്. എന്നിട്ട് ശിഷ്യന്മാർ അത് കേട്ട് വിസ്മയഭരിതരെ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? അപ്പൊ ഈ ശിഷ്യന്മാര് അങ്ങനെ ഒരു ചോദ്യം യേശുവിനോട് ചോദിച്ചതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് യഹൂദ സംസ്കാരത്തിനകത്ത്, അന്നത്തെ ആ മേഖലകൾക്കകത്ത് സാമ്പത്തികമായി ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടതാണെങ്കിൽ അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ യേശു അതിന് ഘടകവിരുദ്ധമായിട്ട് സംസാരിക്കുകയാണ്. ശരിക്കും കർത്താവ് പറയുകയാണ്, ശരിക്കും എന്താ പറയുന്നത്, സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. അപ്പൊ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ നേരെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് യേശുവിടെ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ സാധിക്കും? ഹല്ലേലൂയ. അപ്പൊ ആ ചോദ്യം അവർ ചോദിക്കാൻ കാര്യം എന്ന് പറയുന്നത്, ശരിക്കും അവരുടെ ഉള്ളിലും, അതുപോലെ തന്നെ നമുക്കറിയാം ശിഷ്യന്മാരൊക്കെ വളരെ ഒരു പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന മുക്കുവന്മാരും ഒക്കെ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. അപ്പം അവരുടെ ഒരു ചിന്താരീതി അനുസരിച്ച്, അവരുടെ അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് ഒരുത്തൻ സമ്പന്നനാണെങ്കിൽ ഹല്ലേലൂയ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നൊരു ചിന്താഗതി അത് അവരുടെ ഉള്ളിൽ വളരെ പ്രബലമായിരുന്നു. പക്ഷെ ഇവിടെ യേശു കർത്താവ് നേരിട്ട് പറയുവാണ്, ശരിക്കും അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് അവർ തിരിച്ചു ചോദിക്കത്തക്ക രീതിയിൽ ഒരു കാര്യം കർത്താവ് അവിടെ പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ തന്നെ ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു വ്യക്തി സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ടു എന്നതുകൊണ്ട് ആ വ്യക്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാകണമെന്ന് നിർബന്ധമില്ല. ഹല്ലേലൂയ. അപ്പൊ അത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റർ ആകാം. ഹല്ലേലൂയ. ഉദാഹരണം, ഒരു പാസ്റ്റർ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ടു, വളരെ ധനവാനാണ് എന്നതുകൊണ്ട് ആ വ്യക്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിന്റെ അപ്രൂവൽ ലഭിച്ചൊരു വ്യക്തിയാണ് എന്ന് അതിനർത്ഥമില്ല. ഹല്ലേലൂയ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടത്തിനകത്ത് മോസ്റ്റ് ഓഫ് ദ പാസ്റ്റേഴ്സ്, ദോസ് ഹു ആർ റിച്ച്, ഹല്ലേലൂയ, അപ്പൊ വളരെ റിച്ച് ആയിട്ടുള്ള പാസ്റ്റേഴ്സ്, ദേ ആർ ആക്ച്വലി എന്താ പറയുന്നത്, വിശ്വാസികളെ പഠിപ്പിക്കുന്ന ടു ഗ്രീഡ് ആൻഡ് ലസ്റ്റ് ആഫ്റ്റർ മണി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അതിലേക്കൊക്കെ ഞാൻ വരാം, എന്നിട്ട് ഡീറ്റെയിൽസിലോട്ട് കടന്നു വരാം. അപ്പോ ഒരു പാസ്റ്ററാകാം, ഒരു വ്യക്തിയാകാം, അദ്ദേഹം സമ്പന്നനാണ് എന്നത് ശരിക്കും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത് ആണ് എന്നൊരു കൺഫർമേഷനിലോട്ട് എത്താൻ, ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്നത്
ശരിയായ ഒരു രീതിയല്ല ശരിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇപ്പം ഒരു വളരെ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ, ആ സഭ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചാണ് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരുള്ള ഒരു ചർച്ച് അത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചാണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാൻ സാധിക്കത്തില്ല. കാരണം ഇന്ന് ലോകത്തിലുള്ള എണ്ണത്തിൽ കൂടുതലുള്ള പല ചർച്ചുകളും ഫോൾസ് ചർച്ചുകളാണ്. ഞാൻ പറയുന്നത് ജനറലി ആണ്, ഓൾ ഓവർ ദ വേൾഡ്. സം ഓഫ് ദ ചർച്ചസ് വി ടേക്ക് they are following false doctrines. ഹല്ലേലൂയ. ഇപ്പം അബോർഷൻ അല്ലെങ്കിൽ എന്ത് പറയുന്നത് ലെസ്ബിയനിസം, ഗേ മാരേജ്, ഇതിനെയൊക്കെ സംബന്ധിച്ച് വളരെ കറപ്റ്റഡ് ആയിട്ടുള്ള ഡോക്ട്രിൻസ് ഒക്കെ പഠിപ്പിക്കുന്ന പല ചർച്ചുകളിലും ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ശരിക്കും ആ ചർച്ചുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ചർച്ചിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ കൂടുന്നു എന്നതുകൊണ്ട് ആ ചർച്ച് ദൈവത്താൽ അപ്രൂവ് ചെയ്യപ്പെട്ട ഒരു ചർച്ച ആവണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു, അല്ലെങ്കിൽ സാമ്പത്തികമായി ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആ വ്യക്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാകണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ഉദാഹരണമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നോൺ ബിലീവേഴ്സിനെ എടുത്ത് നോക്കിക്കേ. ഹല്ലേലൂയ. എത്രയോ സെലിബ്രിറ്റീസ്, ദേ ആർ വെരി റിച്ച് അല്ലേ, മ്യൂസീഷ്യൻസ്. ഹല്ലേലൂയ. ഫേസ്ബുക്ക്, ട്വിറ്റർ, അതിന്റെയൊക്കെ ഓണേഴ്സ്, ബിസിനസ് ഓണേഴ്സ്, ദേ ആർ വെരി റിച്ച്. ഹല്ലേലൂയ. അപ്പോ ഒരു വ്യക്തിയുടെ സമ്പത്തോ സമ്പന്നതയോ, അപ്പൊ അത് ആരുമാകാം, നോൺ ബിലീവർ ആകാം, അല്ലെങ്കിൽ ഒരു ബിലീവർ ആകാം, അല്ലെങ്കിൽ ഒരു ചർച്ചിന്റെ പാസ്റ്റർ ആകാം, ഒരു ചർച്ച് തന്നെയാകാം, അതിന്റെ എണ്ണത്തിലാകാം, വാട്ട് എവർ ഇറ്റ് ബി. അതിന്റെ ആ ഒരു സാമ്പത്തിക ഒരു മേഖല കണ്ടുകൊണ്ട് നമുക്ക് ആ ചർച്ച് ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ ഒരു പോയിന്റ് അതാണ് ശരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ ഒരു വിഷയത്തിലേക്ക്, ഫൈനാൻഷ്യൽ ബ്രോക്കൺനെസ് എങ്ങനെയാണ് മാറ്റേണ്ടത് വിഷയത്തിലേക്ക് സംസാരിക്കുമ്പോൾ രണ്ടാമത്തെ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ലിഖിതങ്ങൾ വ്യക്തമായിട്ട് ഓരോ ക്രിസ്തീയ വിശ്വാസിയെയും വാൺ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ് ശരിക്കും? ഹെബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, കീപ് യുവർ ലൈഫ്സ് ഫ്രീ ഫ്രം ദ ലവ് ഓഫ് മണി. ഹല്ലേലൂയ. അപ്പം പണത്തോട് നമുക്ക് എന്ത് പാടില്ല? സ്നേഹം പാടില്ല. മണി ഈസ് നെസസറി, ബട്ട് വ്യക്തമായിട്ട് വചനം പറയുന്നത് എന്താണ് ശരിക്കും? നിങ്ങളുടെ ജീവിതത്തെ എന്താണ്? ലവ് ഓഫ് മണി ഉണ്ടാകാൻ പാടില്ല. പണത്തോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണമായിട്ട് 1 തിമോത്തി അതിന്റെ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഫോർ ദ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഈവിൽ. എല്ലാ തിന്മയുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നതാണ് പണത്തോടുള്ള സ്നേഹമാണ്. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ഒരു പോയിന്റ് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു വെക്കുന്നത് എന്താണ് ശരിക്കും? ധനികനാണ് എന്നതുകൊണ്ട് ദൈവത്തിൽ അംഗീകരിക്കപ്പെട്ട വ്യക്തിയാകണമെന്ന് നിർബന്ധമില്ല. രണ്ടാമതായിട്ട്, ക്രിസ്തീയ വിശ്വാസികളോട് വിശുദ്ധ ലിഖിതങ്ങൾ, പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കാര്യം, ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് പണത്തോട് എന്ത് ആകാൻ പാടില്ല? ലവ് ഓഫ് മണി ഉണ്ടാകാൻ പാടില്ല. പണത്തോട് സ്നേഹം ഉണ്ടാകാൻ പാടില്ല. അതാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ശ്രദ്ധിച്ചു കേൾക്കണം. ഓക്കെ. ഗോഡ് വാണ്ട് ഓൾ ഹിസ് ചിൽഡ്രൻ ടു ബി ഫൈനാൻഷ്യലി ബ്ലെസ്ഡ്. ഹല്ലേലൂയ. ബിബ്ലിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ, വിശുദ്ധ ലിഖിതങ്ങൾ നമ്മൾ പരിശോധിക്കുവാണെങ്കിൽ, ദൈവത്തിന്റെ മക്കൾ, യേശു കർത്താവിനെ ആരാധിക്കുന്ന മക്കൾ സാമ്പത്തിക മേഖലയ്ക്കകത്ത് അനുഗ്രഹിക്കപ്പെടണം, ബ്ലെസ്ഡ് ആകണം എന്നത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഹല്ലേലൂയ. അതിനാധാരമായിട്ട് 1-2 വചനങ്ങൾ പറയുന്നു. 2 കൊറിന്ത്യൻസ് അതിന്റെ 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, എന്താണ് ശരിക്കും? ഈവൻ ദോ ദ ലോർഡ് ജീസസ് വാസ് റിച്ച്, അവൻ ധനികനായിരുന്നിട്ടും സമ്പന്നനായിരുന്നിട്ടും എന്ത് ചെയ്തു? നമ്മളെ പ്രതി അവൻ ദരിദ്രനായി തീർന്നു. എന്താണ്? അവന്റെ ദാരിദ്ര്യത്തിലൂടെ നമ്മൾ സമ്പന്നരാകാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പൊ വിശുദ്ധ ലിഖിതങ്ങൾ വ്യക്തമായിട്ട് കർത്താവിന്റെ മക്കൾ, യേശു കർത്താവിനെ അനുഗമിക്കുന്ന മക്കൾ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടണം, ബ്ലെസ്ഡ് ആകണം എന്ന് വിശുദ്ധ ലിഖിതങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു. ഹല്ലേലൂയ. ഗലേഷ്യൻസ് 3:29 അവിടെ പറയുന്നത് എന്താണ് ശരിക്കും? ആൻഡ് ഇഫ് യു ആർ ക്രൈസ്റ്റ് ദെൻ യു ആർ എബ്രഹാം സീഡ് ആൻഡ് ഹെയർസ് അക്കോർഡിംഗ് ടു ദ പ്രോമിസ്. അബ്രഹത്തിന്റെ എന്താണ് ശരിക്കും? സന്തതികളാണ്, സ്പിരിച്വൽ സീഡാണ്. അപ്പോൾ അബ്രഹത്തിന്റെ മേൽ ദൈവം വെച്ച സകല അനുഗ്രഹങ്ങൾക്കും എന്താണ്? നമ്മൾ വീണ്ടും ജനിച്ചത് മുഖാന്തരം, അബ്രഹത്തിന്റെ ആത്മീയ മക്കളായത് മുഖാന്തരം വി ആർ എലിജിബിൾ. അപ്പൊ അബ്രഹത്തിന്റെ മേൽ ദൈവം വെച്ച 7 അനുഗ്രഹങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ, ഞാൻ നിന്നെ ഒരു രാജ്യമാക്കും. ഐ വിൽ ബ്ലസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. നിങ്ങൾക്ക് അറിയാം ഇതെല്ലാം. ഹല്ലേലൂയ. അപ്പൊ അബ്രഹത്തിന്റെ മേലുള്ള ബ്ലെസ്സിങ് യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസം മുഖാന്തരം ഓരോ വിശ്വാസിയിലേക്കും കടന്നു വരണം എന്നുള്ളത് ദൈവഹിതമാണ്. ഹല്ലേലൂയ. അപ്പോ എവ്രി ബോൺ അഗെയിൻ ചൈൽഡ് ഓഫ് ഗോഡ്, ഓരോ വീണ്ടും ജനിച്ച വിശ്വാസിയും സാമ്പത്തിക മേഖലയ്ക്കകത്ത് അനുഗ്രഹിക്കപ്പെടണം എന്നത് ഇത് ഇസ് ട്രൂത്ത്.
ഹല്ലേലൂയ. ഇറ്റ്സ് എ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. ഹല്ലേലൂയ. അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേറെ റെഫറൻസിന് വേണ്ടി മാത്രം ഞാൻ ഗലേഷ്യൻസ് 3:14 അതും നമുക്ക് കാണാവുന്നതാണ്. ശരിക്കും ഈ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ശരിക്കും. അപ്പോ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ശരിക്കും ഓരോ ക്രിസ്തീയ വിശ്വാസിയും സാമ്പത്തിക മേഖലകൾക്കകത്ത് ബ്ലെസ്ഡ് ആകണം എന്നുള്ളത് ദൈവഹിതമാണ്. ഇറ്റ്സ് എ പ്ലാൻ ആൻഡ് പർപ്പസ് ഓഫ് ഗോഡ്. ഓക്കെ, നാലാമതായിട്ട് ശരിക്കും നമ്മൾ ഒരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇൻസഫിഷ്യൻസി ഇൻ യുവർ ഫൈനാൻഷ്യൽ ഏരിയ, അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയ്ക്കകത്തുള്ള ആ ഒരു തകർച്ച, ഹല്ലേലൂയ, അല്ലെങ്കിൽ അതിനകത്തുള്ള ബ്രോക്കൺനെസ്, ഹല്ലേലൂയ, അത് ശരിക്കും ആത്മീയമായിട്ടുള്ള ഒരു നിയമം വയലേറ്റ് ചെയ്തതിന്റെ ഒരു സൈനാണ്. ഹല്ലേലൂയ. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച് പിതാവിന്റെ ആഗ്രഹം എന്താണ്? യേശു കർത്താവിന്റെ ആഗ്രഹം എന്താണ്? ശരിക്കും ഫൈനാൻസ് മേഖലയ്ക്കകത്ത് അവന് സഫിഷ്യൻസി ഉണ്ടാകണം. ഞാൻ പറയുന്നത് ഇത് എന്ത് പറയുന്നത്, റിച്ച് ആകണം എന്നല്ല പറഞ്ഞ്, സാമ്പത്തിക മേഖലയ്ക്കകത്ത് അവനൊരു സഫിഷ്യന്റ് ആയിരിക്കണം. എന്റെ ലൈഫിനകത്ത് ഫുള്ളി ഞാൻ ഇൻസഫിഷ്യന്റ് ആണ്, ഒരു രീതിയിൽ ഞാൻ അധ്വാനിച്ചിട്ടും പ്രയത്നിച്ചിട്ടും എന്റെ കാര്യങ്ങൾ നടക്കുന്നില്ല, ഹല്ലേലൂയ, സാമ്പത്തിക മേഖലയ്ക്ക് അത് ഭയങ്കര ബ്രോക്കൺനെസ്, എനിക്ക് കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ there is a high chance that you have violated some spiritual law. ആത്മീയമായ ചില നിയമങ്ങൾ തെറ്റിച്ചത് മുഖാന്തരമാകാൻ സാധ്യതയുണ്ട് ആ ഒരു ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്തുള്ള ബ്രോക്കൺനെസ്. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞതിന് ശേഷം ഇനിയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാൻ പോകുന്നു. അപ്പൊ 4 പോയിന്റുകളാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത്. ഒരു വ്യക്തിയോ പാസ്റ്ററോ ചർച്ചോ അല്ലെങ്കിൽ വിശ്വാസിയോ അവിശ്വാസിയോ അവൻ ധനികനാണ്, സമ്പത്താണ് എന്നുള്ളത് ദൈവം അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളമായി നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കത്തില്ല. അത് പറ്റത്തില്ല. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് എന്താണ്? രണ്ടാമതായിട്ട് പറഞ്ഞത് ശരിക്കും എന്താണ്? ഹല്ലേലൂയ, അതായത് ലവ് ഫോർ മണി. വിശുദ്ധ ലിഖിതങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് പണത്തോട് സ്നേഹമുണ്ടാകാൻ പാടില്ല. അതാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിശുദ്ധ ലിഖിതങ്ങൾ പ്രകാരം, ദൈവവചനങ്ങൾ പ്രകാരം ഒരു ക്രിസ്തീയ വിശ്വാസി, യേശു കർത്താവിന്റെ ഒരു മകനോ മകളോ സാമ്പത്തിക മേഖലയ്ക്കകത്ത് അനുഗ്രഹിക്കപ്പെടണം എന്ന് തന്നെയാണ് ശരിക്കും പിതാവിന്റെ ആഗ്രഹവും യേശു കർത്താവിന്റെ ആഗ്രഹവും. ഓക്കെ, നാലാമത്തെ കാര്യം ഞാൻ പറഞ്ഞു വെച്ചത് ശരിക്കും സാമ്പത്തിക മേഖലയ്ക്കകത്തുള്ള പരാധീനതകൾ അല്ലെങ്കിൽ അതിനകത്തുള്ള ഇഷ്യൂസ്, ബ്രോക്കൺനെസ്, ഇൻസഫിഷ്യൻസി, ഹല്ലേലൂയ, അത് കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്ന ഒരവസ്ഥയിലാണെങ്കിൽ there is a high chance you have violated a spiritual principle. ഹല്ലേലൂയ, ഒരു ആത്മീയ നിയമം അതിനെ വയലേറ്റ് ചെയ്തെങ്കിൽ, ഹല്ലേലൂയ, വയലേറ്റ് ചെയ്യപ്പെട്ടു എന്നതിന്റെ ഒരു സൈൻ ആകാം ശരിക്കും ലോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ തുടർച്ചയായിട്ട് അനുഭവിക്കുന്ന ഒരു സാമ്പത്തിക പരാധീനത അല്ലെങ്കിൽ സാമ്പത്തിക ബ്രോക്കൺനെസ്. ഹല്ലേലൂയ. സംടൈംസ് ഗോഡ് ക്യാൻ ടെസ്റ്റ് യു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം, ജോബിന്റെ കേസ് നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം, ജോബിനെ ഒരു സീസണിൽ കർത്താവ് പരിശോധിച്ചു. ഹല്ലേലൂയ. പക്ഷെ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സാമ്പത്തിക മേഖലയ്ക്കകത്ത് ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആ പരീക്ഷണത്തിന് ശേഷം ദൈവത്താൽ ഒരു ഉയർച്ച ഉണ്ടാവും. ഹല്ലേലൂയ. ഇതെല്ലാം തന്നെ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ ആമുഖമായിട്ട് ഈ 4 പോയിന്റുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇതിന് ശേഷം നമുക്ക് ഇതിന്റെ ഫൈനാൻസ് മേഖലയ്ക്കകത്തുള്ള ബ്രോക്കൺനെസ് എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഹല്ലേലൂയ, എങ്ങനെയാണ് അത് റെക്ടിഫൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു മേഖല നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് ശരിക്കും മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമുക്കെടുക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് പരിശോധിക്കണം, ഇല്ലെങ്കിൽ പിന്നീട് കേൾക്കുക. ഇപ്പോൾ പിന്നീട് എൻ്റെ ഈ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇത് വീണ്ടും ഞാൻ ശരിക്കും അപ്ലോഡ് ചെയ്യും. യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് വീണ്ടും കേട്ടു നോക്കാവുന്നതാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം അവിടെ പറയുന്നു, നോ വൺ ക്യാൻ സെർവ് 2 മാസ്റ്റേഴ്സ്. ഹല്ലേലൂയ. മലയാളം വേർഷൻ എടുത്തോട്ടെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ബൈബിളുള്ള എല്ലാവരും എടുത്ത്, 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല. നമുക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാക്യമാണ് ശരിക്കും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം അവിടെ പറയുന്നു, യു കാനോട്ട് സെർവ് ഗോഡ് ആൻഡ് മാമോൻ. ഹല്ലേലൂയ. അപ്പോ ഇവിടെ ഈ മാമോൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക്, ഹല്ലേലൂയ, യേശു കർത്താവ് ഉദ്ദേശിച്ചത് ഇറ്റ് ഈസ് അബൌട്ട് എ സ്പിരിറ്റ്. ഹല്ലേലൂയ. ഇപ്പൊ ജനറലി നമുക്ക് ട്രാൻസ്ലേഷൻസിനകത്ത്
പണത്തെയും അല്ലെങ്കിൽ സമ്പത്തിനെയും ദൈവത്തെയും ഒരുമിച്ച് നിനക്ക് സെർവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവിടെ നമ്മൾ വായിക്കുന്നെങ്കിലും മാമോൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രിൻസിപ്പാലിറ്റി അണ്ടർ സേറ്റൻസ് കിങ്ഡം. ഹല്ലേലൂയ. സാത്താന്റെ കിങ്ഡത്തിലുള്ള ഒരു മേജർ പവർഫുൾ സ്പിരിറ്റ് ആണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പൊ ആ സ്പിരിറ്റ് ആണ് ശരിക്കും സാത്താന്റെ കിങ്ഡത്തിനകത്തുള്ള മണിയുടെ ഇൻചാർജ് അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയുടെ ഇൻചാർജ്. ഹല്ലേലൂയ. ഉദാഹരണമായിട്ട് പറഞ്ഞ നോൺ ബിലീവേഴ്സ്, ഹല്ലേലൂയ, ഇപ്പൊ നോൺ ബിലീവേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ their ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് മെയിൻലി. ഇപ്പൊ വലിയ വലിയ ധനികരായിട്ടുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ they always will worship some kind of deity. ഏതെങ്കിലും ഒരു വിഗ്രഹത്തെയോ സമ്പത്തുണ്ടാകാൻ വേണ്ടിയുള്ള ചില ആരാധനകള്, പ്രാർത്ഥനകള്, അതെല്ലാം ഇൻഡയറക്ട്ലി പോകുന്നത് ആർക്കാണ്? ഈ സ്പിരിറ്റ് ഓഫ് മാമോൻ ആണ് ശരിക്കും. ഹല്ലേലൂയ. ഇറ്റ്സ് എ വെരി ഹൈ റാങ്കിങ് സ്പിരിറ്റ് അണ്ടർ ദ കിങ്ഡം ഓഫ് സൈറ്റൻ. സാത്താന്റെ കിങ്ഡത്തിനകത്തുള്ള ഒരു സ്പിരിറ്റ് ആണ് ശരിക്കും സ്പിരിറ്റ് ഓഫ് മാമോൻ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ്. ഹല്ലേലൂയ. അപ്പൊ ആ സ്പിരിറ്റ് ആണ് ശരിക്കും സൈറ്റന്റെ കിങ്ഡത്തിനകത്തുള്ള മണി റിലീസ് ചെയ്യുന്നത്, മണി കൊണ്ട് അവരുടെ മക്കളെ ബ്ലെസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസികളുടെ ഉള്ളിൽ ലസ്റ്റ് ഫോർ മണിയോടുള്ള സ്നേഹം, മണിയോടുള്ള ഗ്രീഡ്, ഹല്ലേലൂയ, അതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഈ സ്പിരിറ്റ് ഓഫ് മാമോൻ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് ആണ് ശരിക്കും. അപ്പം ഈ സ്പിരിറ്റിന്റെ ഓപ്പറേഷൻ ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഫ്രം ദ ബിഗിനിങ്. ആദ്യം മുതൽ തന്നെ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 3-ാം അധ്യായത്തിനകത്ത് ദൈവം ശരിക്കും വെൻ ദ കേഴ്സ് പ്രൊനൗൺസ്ഡ്, ഹല്ലേലൂയ, ശാപം ദൈവം റിലീസ് ചെയ്തപ്പോൾ, നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വീണ്ടും ആഴത്തിൽ പോയി പഠിച്ചു നോക്കണം. എവറിത്തിങ് വാസ് അണ്ടർ കേഴ്സ്. ഹല്ലേലൂയ. ആദം പാപം ചെയ്തപ്പോൾ, ആദം ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ഗോഡ് കേഴ്സ്ഡ്. ആ കേഴ്സ് എന്ത് ചെയ്തു? ആ കേഴ്സ് എല്ലാ സിസ്റ്റത്തിലേക്കും വന്നു. ഹല്ലേലൂയ. ഈവൻ ദ കേഴ്സ് കെയിം അണ്ടർ ദ സിസ്റ്റം ഓഫ് മണി. ഹല്ലേലൂയ. പണം അല്ലെങ്കിൽ ധനം, സമ്പത്ത് എന്ന മേഖല പോലും ആരുടെ കൺട്രോളിലായി? ശരിക്കും സാത്താന്റെ കൺട്രോളിലായി. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു കേഴ്സ് പ്രൊനൗൺസ് ചെയ്തപ്പോൾ, ആദം കൽപ്പന വയലേറ്റ് ചെയ്തപ്പോൾ, ദ സ്പിരിറ്റ് ഓഫ് മാമോൻ, ഹല്ലേലൂയ, ദാറ്റ് സ്പിരിറ്റ് ടുക്ക് കൺട്രോൾ. ആ സ്പിരിറ്റിന്റെ കയ്യിലാണ് ശരിക്കും എന്താണ്? മണി, അതിന്റെ ആ സിസ്റ്റത്തിന്റെ കൺട്രോൾ ഇരിക്കുന്നത്. ഹല്ലേലൂയ. സോ ബൈ ഡീഫോൾട്ട് നമ്മൾ ഡീഫോൾട്ടായിട്ട് വാട്ട് എവർ മണി ദാറ്റ് വി മേക്ക്, ഇറ്റ് ഈസ് by default it is under the curse. Oh Lord Jesus, I thank you. Hallelujah. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ഭൂമിക്കകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മൾ സമ്പാദിക്കുന്ന എവറി മണി, എല്ലാ ധനവും ബൈ ഡീഫോൾട്ട് ഈസ് എ കേഴ്സ്ഡ് മണി. ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ട് അത് കേഴ്സ്ഡ് ആവുന്നത്? കാരണം ഫ്രം ദ ബിഗിനിങ് ഇറ്റ് ഈസ് കേഴ്സ്ഡ്. ഹല്ലേലൂയ. അപ്പോ സൈറ്റൻ ആദം പാപം ചെയ്ത് ദൈവകൽപ്പന വയലേറ്റ് ചെയ്തപ്പോൾ എല്ലാ സിസ്റ്റത്തിന്റെ മേലും അതോറിറ്റി ആദം ആർക്ക് കൊടുത്തു? സാത്താന് കൊടുത്തു. അപ്പോ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിന്റെ മേലും സാമ്പത്തിക മേഖലയ്ക്കകത്തും അതോറിറ്റി ആർക്കാണ് ശരിക്കും? സാത്താനാണ് ശരിക്കും. അതുകൊണ്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിനകത്ത് യേശു കർത്താവിന്റെ പരീക്ഷണ സമയത്ത് സാത്താൻ എന്താ പറയുന്നത്? ലോകവും അതിന്റെ സകല പ്രതാപങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ എവരി റിച്ച്നെസ്, ഹല്ലേലൂയ, ലോകത്തിന്റെ സകല പ്രതാപങ്ങളും യേശുവിനെ കാണിച്ചു കൊടുത്തു പറഞ്ഞു, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പൊ സാത്താൻ അങ്ങനെ പറഞ്ഞപ്പോൾ യേശു കർത്താവ് അല്ല, നിന്റേതല്ല, എന്റേതാന്ന് പറഞ്ഞു അവിടെ? ഇല്ല. ബിക്കോസ് ഇറ്റ് വാസ് ബിലോങ്ങിങ് ടു സൈറ്റൻ. ഹല്ലേലൂയ. അത് സാത്താന്റെയാണ് ശരിക്കും. ഈ ഭൂമിയും ഇതിന്റെ സമ്പന്നതയും അതിന്റെ എല്ലാ മേഖലയും ആദമാണ് ശരിക്കും സാത്താന് കൊടുത്തത്. ഹല്ലേലൂയ. സോ ഫ്രം ദ ബിഗിനിങ് ഫൈനാൻഷ്യൽ സിസ്റ്റം, ഹല്ലേലൂയ, അപ്പൊ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഒരു കറൻസി സിസ്റ്റം ഒന്നും അന്നില്ലല്ലോ. അല്ല, ഇപ്പൊ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ശരിക്കും മൃഗങ്ങളാണ് സമ്പത്തിന്റെ അടയാളമായിട്ടുള്ളത്. ചില നാണയത്തുട്ടുകളാണ്, അല്ലെങ്കിൽ സ്വർണമോ അങ്ങനെ വെള്ളികളോ, ഹല്ലേലൂയ, പല പല സിസ്റ്റംസ് ആയിരുന്നല്ലോ. വാട്ട് എവർ ഇറ്റ് ബി, ആ ഫൈനാൻഷ്യൽ സിസ്റ്റം ഇറ്റ് വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സൈറ്റൻ. ഹല്ലേലൂയ. അപ്പൊ ആ ഫൈനാൻഷ്യൽ സിസ്റ്റത്തെ റൂൾ ചെയ്യുന്ന, അതിനെ കൺട്രോൾ ചെയ്യുന്ന ആ സ്പിരിറ്റ് ആണ് ശരിക്കും സ്പിരിറ്റ് ഓഫ് മാമോൻ. ഹല്ലേലൂയ. അപ്പൊ ചില ഡെലിവറൻസ് സർവീസുകൾ ചെയ്യുമ്പം ഹല്ലേലൂയ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ സ്പിരിറ്റ് സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. സ്പിരിറ്റ് പറയും, ബ്ലഡ് സാക്രിഫൈസസ് ആർ ഓഫേർഡ് ടു മീ. ഈ സ്പിരിറ്റ് ഓഫ് മാമോൻ എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങളിലും വിവിധ ദേശങ്ങളിലും വ്യത്യസ്ത ഡെയിറ്റിയാണ്, വ്യത്യസ്ത വിഗ്രഹങ്ങള്, വ്യത്യസ്തമായിട്ടുള്ള പൂജാരീതികൾ, വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരു പ്രത്യേക പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയുള്ള സ്പിരിറ്റുകൾക്ക് നമ്മൾ ശരിക്കും ബ്ലഡ് സാക്രിഫൈസസ് ചെയ്യുകയോ ആരാധന ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് ശരിക്കും there's a covenant with that
സ്പിരിറ്റ്. ഹല്ലേലൂയ. പണ്ടൊക്കെ ആൾക്കാർ ശരിക്കും പണം ഉണ്ടാകാൻ വേണ്ടി, സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഡീഫോൾട്ട്, ഹല്ലേലൂയ, ബൈ ഡീഫോൾട്ട് നമ്മൾ ഉണ്ടാക്കുന്ന എവറി മണി ഇറ്റ് ഈസ് ആക്ച്വലി എ കേഴ്സ്ഡ് മണി. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാക്കി. ഞാൻ ഒരു ആത്മീയ പ്രിൻസിപ്പിൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ശരിക്കും ഇത് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം ഒന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി ശരിക്കും ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമുക്കറിയാം കായേനും ആബേലും. ഓക്കെ, അപ്പൊ കായേനും ആബേലും ശരിക്കും ദൈവത്തിന് കാഴ്ചകൾ അർപ്പിച്ചു എന്ന് നമുക്കറിയാം. ഓൾറൈറ്റ്. ഓക്കെ, ഞാൻ എൻ്റെ ചോദ്യം ഇതാണ്, ശരിക്കും ആരാണ് അവരെ കാഴ്ചകൾ അർപ്പിക്കാൻ, ആ സിസ്റ്റം, കാഴ്ചകൾ അർപ്പിക്കേണ്ട സിസ്റ്റം പഠിപ്പിച്ചത്? ഹല്ലേലൂയ. ഞാൻ മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്യുമ്പോൾ അലോ പാർട്ടിസിപ്പൻസ് ടു. ഓക്കെ, അത് ചോദ്യം ചോദിക്കുവാണ്. ശരിക്കും നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമുക്ക് കാണാം കായേനും ആബേലും ദൈവസന്നിധിയിൽ അവരെന്ത് ചെയ്തു? കാഴ്ചകൾ അർപ്പിക്കാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. അപ്പോ ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കണം, കാഴ്ചയർപ്പിക്കണം എന്ന സ്പിരിച്വൽ സിസ്റ്റം അത് അവരെ പഠിപ്പിച്ചത് ആരാണ്? their own parents. ഓക്കെ, സലോമി സിസ്റ്റർ പറയുന്നു their own parents. കായനെയും ആബേലിനെയും ശരിക്കും ആ കാഴ്ചകൾ അർപ്പിക്കുന്ന സിസ്റ്റം, അല്ലെങ്കിൽ ബലി അർപ്പിക്കുന്ന സിസ്റ്റം പഠിപ്പിച്ചത് ആരാണ്? ആദവും ഹൗവയുമാണ്. ഓക്കെ, ഇനിയിപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആദത്തെയും ഹൗവയെയും അങ്ങനെ കാഴ്ചകൾ അർപ്പിക്കണം, ബലി അർപ്പിക്കണം എന്ന് പഠിപ്പിച്ചത് ആരാണ്? ഓക്കെ, ദൈവമാണ് പഠിപ്പിച്ചത്. അപ്പം ആദത്തെയും ഹൗവയെയും ബലി അർപ്പിക്കണം എന്ന് പറയുന്ന ആ സിസ്റ്റം, കാഴ്ച അർപ്പിക്കണം എന്ന് പറയുന്ന സിസ്റ്റം ആരാ പഠിപ്പിച്ചത്? ശരിക്കും ദൈവമാണ് പഠിപ്പിച്ചത്. എങ്ങനെയാണ് ദൈവം പഠിപ്പിച്ചത്? അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരു മൃഗത്തെ കൊന്നുകൊണ്ട് ആ മൃഗത്തിന്റെ തൊലി കൊണ്ട് അവരെ മറച്ചു. there was a blood all over their body. ഹല്ലേലൂയ. അപ്പോ കർത്താവ് അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ റിഡീം ചെയ്യാൻ വേണ്ടി, അവരെ തിരികെ കർത്താവിന്റെ സിസ്റ്റത്തിലേക്ക്, കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? അവിടെ ഒരു ആനിമലിനെ സാക്രിഫൈസ് ചെയ്തു, ഒരു മൃഗത്തെ അവിടെ ബലി കഴിച്ചു. ആ മൃഗത്തിന്റെ തൊലി കൊണ്ട് അവരെ പൊതിഞ്ഞു. എന്നിട്ട് അവരോട് പറഞ്ഞു, ശരിക്കും എന്റെ സന്നിധിയിൽ റൈച്ചസ് ആകാൻ വേണ്ടി, നീതിയോടെ കടന്നു വരാൻ വേണ്ടിയുള്ള സിസ്റ്റം എന്താണ്? ശരിക്കും ബ്ലഡ് സാക്രിഫൈസ്. ഹല്ലേലൂയ. മോശയുടെ സമയത്താണ് ശരിക്കും ബ്ലഡ് സാക്രിഫൈസ് വളരെ ഫോർമൽ ഒരു മെക്കാനിസമായിട്ട് കടന്നു വന്നെങ്കിലും ഇറ്റ് ഈസ് ഫ്രം ദ ബിഗിനിങ്. ഹല്ലേലൂയ. ദൈവം തന്നെയാണ് ശരിക്കും ആദത്തെയും ഹൗവയെയും പഠിപ്പിച്ചത്. ശരിക്കും എന്താണ്? ബ്ലഡ് ഈസ് നീഡഡ് ഫോർ ഫോർഗീവ്നെസ് ആൻഡ് റെമിഷൻ ഓഫ് സിൻ. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, പാപത്തിന്റെ ഫോർഗീവ്നെസ്സിന് വേണ്ടി എന്ത് വേണം? ബ്ലഡ് ഉള്ള ഒരു ബലിയായിരിക്കണം. അല്ല, അപ്പോ ആദവും ഹൗവയും ശരിക്കും കായനെ ആബേലിനെ ഇത് പഠിപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിനകത്ത് ആബേലിന്റെയും അവന്റെ ഓഫറിങ്സിനെയും ദൈവം അക്സെപ്റ്റ് ചെയ്തെന്ന് പറയുന്നു. അതുപോലെ തന്നെ കായേന്റെയും അവന്റെ ഓഫറിങ്സിനെ ദൈവം അക്സെപ്റ്റ് ചെയ്തില്ല. നമുക്കെല്ലാം അറിയാം എന്തുകൊണ്ടാണ്. ശരിക്കും there was a blood in Abel's sacrifice. ഹല്ലേലൂയ. കാരണം blood was sufficient, it was needed, it was necessary. രക്തം വളരെ ആവശ്യമായിരുന്നു. അത് ആദവും ഹൗവയും അവരെ പഠിപ്പിച്ചതാണ്. പക്ഷേ കെയിൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏബേൽ ശരിക്കും എന്ത് പറയുന്നത്, ആടുകളെ നോക്കുന്ന ആളായിരുന്നു ശരിക്കും. ഹല്ലേലൂയ. അപ്പോ കായേൻ ശരിക്കും എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ അഹങ്കാരം നിമിത്തം, ഹല്ലേലൂയ, ഏബേലിനോടൊരു ആടിനെ വാങ്ങിച്ച് ശരിക്കും സാക്രിഫൈസ് ആയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചാൽ മതിയായിരുന്നു ശരിക്കും. he could have been accepted before God. ഹല്ലേലൂയ. പക്ഷെ ബിക്കോസ് ഓഫ് ദ പ്രൈഡ്, ഹല്ലേലൂയ, അപ്പൊ അവര് തമ്മിൽ ശരിക്കും ഒരു ആർഗ്യുമെന്റ് ഉണ്ടായിട്ട് ശരിക്കും എന്ത് പറയുന്നത്, ഏബേലിനെ ശരിക്കും കൊല്ലുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോ ഞാൻ പറഞ്ഞു വന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും there is a spiritual system, a spiritual law God created. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം ഓർഡെയിൻ ചെയ്ത ഒരു സിസ്റ്റം ഉണ്ട്. അതെന്താണ്? ശരിക്കും ബ്ലഡ് സാക്രിഫൈസ്. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ പൂർത്തിയാണ് ശരിക്കും പുതിയ നിയമത്തിനകത്ത് കാൽവരി കുരിശിൽ യേശു കർത്താവ് ചെയ്തത്. The Old Testament system, there were spiritual system called blood sacrifices. All right. ഇത് വളരെ ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത് ശരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഈ ചോദ്യത്തിന് മറുപടി പറയണേ ശരിക്കും ഹെബ്രായർക്ക് ഇത് ലേഖനം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ
നമ്മൾ പരിശോധിച്ചാൽ, നിങ്ങളൊക്കെ വളരെ ബൈബിൾ അറിയാവുന്നവരായതുകൊണ്ട് ഞാൻ ആ വചനഭാഗങ്ങളിലൂടെ പോകുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. ശരിക്കും നമുക്കറിയാം, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ആർക്ക് ദശാംശം കൊടുത്തു? മെൽക്കിസെദേക്കിന് ദശാംശം കൊടുത്തു. ഹെബ്രായർക്കെഴുതിയ ലേഖനം, പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ഹെബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പോയി വായിച്ചു നോക്കണം. അവിടെ പറയുന്നത് നമുക്ക് അബ്രഹാം ഹല്ലേലൂയ മെൽക്കിസെദേക്കിന് ഹല്ലേലൂയ സലേമിന്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ മെൽക്കിസെദേക്കിന് എന്ത് കൊടുത്തു? ദശാംശം കൊടുത്തു, സകലത്തിന്റെയും ടൈത്തിങ് കൊടുത്തു. ഓക്കെ, ഇനി എന്റെ ചോദ്യം ഇതാണ്, ശരിക്കും അങ്ങനെ ടൈത്തിങ് കൊടുക്കണം, ദശാംശം കൊടുക്കണം എന്ന് അബ്രഹത്തെ പഠിപ്പിച്ചത് ആരാണ്? കാരണം അന്ന് നിയമമില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ശരിക്കും? ഹല്ലേലൂയ. അതായത് മോശയിലൂടെ ദശാംശം എന്ന നിയമം വരുന്നത് ശരിക്കും എപ്പോഴാണ്? ശരിക്കും കൽപ്പനകൾ കൊടുക്കുമ്പോൾ തൊട്ടാണല്ലോ. അതാണല്ലോ ശരിക്കും മലാക്കി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിനകത്ത് പറയുന്നത്, എന്റെ ദശാംശം എന്റെ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, ടെസ്മി എന്നൊക്കെ പറയുന്നത് അവിടെയാണല്ലോ. പക്ഷേ മോശയ്ക്ക് കൽപ്പന കൊടുക്കുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അബ്രഹാം ഹല്ലേലൂയ ദശാംശം എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഹല്ലേലൂയ അവിടെ അപ്ലൈ ചെയ്യുവാണ്. ഒരു ആത്മീയമായിട്ടുള്ള ഒരു ലോ അവിടെ ഫുൾഫിൽ ചെയ്യുകയാണ്. ശരിക്കും അബ്രഹാം എന്താ ചെയ്യുന്നത്? ശരിക്കും മെൽക്കിസദേക്ക് എന്ന് പറയുന്ന ഒരു പുരോഹിതന് ദശാംശം കൊടുക്കുകയാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ശരിക്കും അങ്ങനെ ഒരു ദശാംശം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൽപ്പനകളും നിയമങ്ങളും കൊടുക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ അബ്രഹാം അത് ചെയ്യുമ്പോൾ അബ്രഹത്തെ അതാരാണ് പഠിപ്പിച്ചത്? ദൈവം. ഹല്ലേലൂയ. കൊച്ചുമോൾ സിസ്റ്റർ പറഞ്ഞോളൂ. ദൈവം. ഹലോ. ദൈവം. ഓക്കെ, ഓൾറൈറ്റ്, ഓക്കെ. ഹല്ലേലൂയ. ഓക്കെ, ദൈവം എന്ന് പറയുന്നത് വളരെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. അതിന്റെ സ്പെസിഫിക് ആൻസേഴ്സ് ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ബട്ട് ദേർ വാസ് എ സിസ്റ്റം അല്ലെ? ഇപ്പൊ അബ്രഹാം അന്ന് അങ്ങനെ ദശാംശം എന്ന് പറയുന്ന ഒരു സിസ്റ്റം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അന്ന് അബ്രഹാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ആ സിസ്റ്റം അബ്രഹത്തെയും അന്ന് ജീവിച്ചിരുന്ന വ്യക്തികളെയും ശരിക്കും പഠിപ്പിച്ചത് ആരാണ്? ശരിക്കും ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. നമുക്കതിന്റെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ ദൈവപുത്രന്മാർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ദൈവത്തിന്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് സിസ്റ്റംസ് അത് അന്നത്തെ ജനറേഷനെ പഠിപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനെ പഠിപ്പിച്ചു വന്നിരുന്ന, അങ്ങനെ ഫോളോ ചെയ്തു വന്നിരുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും എന്ത്? ടൈത്തിങ്, ദശാംശം എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൈത്തിങ് അല്ലെങ്കിൽ ദശാംശം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ, ഒരു ആത്മീയ നിയമം, അതൊരു ആത്മീയ ലോ അല്ല, ഒരു ആത്മീയ സ്പിരിച്വൽ സിസ്റ്റമാണ്. അപ്പൊ ആ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ഇന്ന് എന്ത് പറയുന്ന ഈ ക്രിസ്തീയ ലോകത്തിൽ പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാർ അത് പറയും, നോ, ഇറ്റ് ഈസ് അണ്ടർ ദ ലോ, ഓൾഡ് ടെസ്റ്റ്മെന്റ് സ്ക്രിപ്ചർ, അല്ലെങ്കിൽ അണ്ടർ ദ മൊസൈക് ലോ, മോശയുടെ നിയമത്തിനകത്ത് വരുന്ന സംഭവമാണ് എന്ന് പറഞ്ഞ് അവരതിനെ ഇഗ്നോർ ചെയ്യും. നോ, അത് മോശയിൽ തുടങ്ങിയ സംഭവമല്ല. ശരിക്കും ഇറ്റ് വാസ് ഫ്രം ദ ബിഗിനിങ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സാക്രിഫൈസസ്, രക്തബലികൾ, രക്ത ഉടമ്പടികൾ, അത് ശരിക്കും മോശയിലൂടെയല്ല തുടങ്ങിയത് എന്നല്ലേ നമ്മൾ ജനറലി കാണുന്നത്. പക്ഷെ ബ്ലഡ് സാക്രിഫൈസ് എവിടെ തുടങ്ങിയത്? ഏദൻ തോട്ടത്തിൽ തുടങ്ങി ആദ്യത്തെ ബ്ലഡ് സാക്രിഫൈസ് ശരിക്കും ആരാണ്? ദൈവം തന്നെയാണ് ചെയ്തത്. ഹല്ലേലൂയ. സോ ദർ ഈസ് എ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ കോൾ ടൈത്തിങ്. ദശാംശം എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അത് ആവശ്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ then you will understand it very clearly. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ദശാംശം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ദൈവം തന്നെ മോശയ്ക്ക് നിയമം കൊടുക്കുന്നതിന് മുമ്പേ, ഹല്ലേലൂയ, ഫ്രം ദ ബിഗിനിങ് ഹി ടോട്ട് പീപ്പിൾ, ഹിസ് പീപ്പിൾ, അവന്റെ മക്കളെ, അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദശാംശം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ദൈവം അന്ന് പഠിപ്പിക്കാനുള്ളൊരു കാരണം എന്താണ്? ശരിക്കും ഹല്ലേലൂയ, ആ കാരണത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഹല്ലേലൂയ. ഓക്കെ, ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് ദൈവം ശപിച്ചപ്പോൾ എവറിത്തിങ് വാസ് അണ്ടർ കേഴ്സ്. സോ എവറി വെൽത്ത് ആൻഡ് എവറി ഫൈനാൻഷ്യൽ സിസ്റ്റം ഈസ് അണ്ടർ എ കേഴ്സ്. ഹല്ലേലൂയ. അപ്പൊ ആ കേഴ്സ് മാറണമെങ്കിൽ, ഹല്ലേലൂയ, ശ്രദ്ധിച്ച് കേൾക്കണം, അതായത് സ്പിരിറ്റ് ഓഫ് മാമോൻ, ആ സ്പിരിറ്റ് ഓഫ് മാമോന്റെ കൺട്രോൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ, ഹല്ലേലൂയ, അല്ലെങ്കിൽ സാത്താന് സാമ്പത്തിക സിസ്റ്റത്തിന്റെ മേലുള്ള ഒരു കൺട്രോൾ ബ്രേക്ക് ചെയ്യണമെങ്കിൽ
അതിനുവേണ്ടി ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ആണ് ശരിക്കും എന്താണ് ശരിക്കും ദശാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ ശരിക്കും 10% ദശാംശം എനിക്ക് നീ തരുമ്പോൾ ഹല്ലേലൂയ he will bless, God will bless so that the curse or the covenant or spirit of mammon will be destroyed. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ബൈ ഡീഫോൾട്ട് who is in charge of wealth? ആരാണ് ശരിക്കും ഈ വെൽത്തിന്റെ അധികാരം ആർക്കാണ് കൊടുത്തത്? സ്പിരിറ്റ് ഓഫ് മാമോൻ. ഹല്ലേലൂയ. സാത്താന്റെ കീഴിലുള്ള ഒരു സ്പിരിറ്റ് ആണ് ശരിക്കും സ്പിരിറ്റ് ഓഫ് മാമോൻ. അല്ല, ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടിയുള്ള എല്ലാ റിലീജിയസ് സിസ്റ്റത്തിന്റെയും അടിസ്ഥാനം നിൽക്കുന്നത് സ്പിരിറ്റ് ഓഫ് മാമോനാണ്. എല്ലാ വർഷിപ്പും അവനാ ചെല്ലുന്നത്. ഹല്ലേലൂയ. എല്ലാ ഉടമ്പടികളും അവനുമായിട്ടാണ് ശരിക്കും മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശരിക്കും നമുക്കറിയാം ഈ നോൺ ബിലീവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വൈ ആർ ദേ ബിക്കമിങ് സോ റിച്ച്? ഹല്ലേലൂയ. ആരാണ് അവർക്ക് ആ സിസ്റ്റം കൊടുക്കുന്ന ആ സമ്പത്ത് കൊടുക്കുന്നത്? ബിക്കോസ് ദർ ഈസ് എ സ്പിരിറ്റ്. ദാറ്റ് സ്പിരിറ്റ് ഈസ് മേക്കിംഗ് ദം റിച്ച്. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ തന്നെ അങ്ങനെ ഒരു ഉടമ്പടി, അങ്ങനെ ഒരു അധികാരം സാമ്പത്തിക മേഖലയ്ക്കകത്ത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഉള്ളത് കൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ദൈവമക്കളുടെ അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്ത് ദൈവം ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സിസ്റ്റമാണ് ശരിക്കും ടൈത്തിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഹല്ലേലൂയ. അപ്പൊ ദൈവം പറഞ്ഞ ഇതാണ് ശരിക്കും എന്താണ്? വെൻ യു ഗിവ് ദ ടൈത്ത് അല്ലെങ്കിൽ ഒരു ദശാംശം കൊടുക്കുമ്പോൾ ദ ബ്ലെസ്സിംഗ് വിൽ കം. ഹല്ലേലൂയ. അപ്പൊ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശരിക്കും നമ്മൾ അല്പം കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോവാണ്. ശരിക്കും ഞാൻ ഈ പറഞ്ഞു വരുന്ന എല്ലാം തന്നെ ഈ ഫൈനാൻഷ്യൽ ബ്രോക്കൺനെസ് ഇത് സീരിയസ് പ്രോബ്ലം ആണ്. കാരണം നമുക്ക് വരുന്ന പ്രെയർ റിക്വസ്റ്റുകളിലൊക്കെ കൂടുതലും അതാണ് ശരിക്കും. അതിനെക്കുറിച്ചൊരു ഇൻസൈറ്റ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ശരിക്കും യുവർ ലൈഫ് വിൽ ബി ചേഞ്ച്. നിങ്ങളുടെ ജീവിതം മാറും. അതിനെക്കുറിച്ചൊരു റിയൽ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈത്തിങ് അല്ലെങ്കിൽ ദശാംശം അല്ലെങ്കിൽ മണി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ക്രിസ്തീയ ഗോളത്തിനകത്ത് വളരെ മിസ്യൂസ് ചെയ്യപ്പെട്ട ഒരു ടീച്ചിങ് ആണ്. അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ there is some truth in it, പക്ഷെ അതിനെ എന്ത് ചെയ്തു? വളരെ കറപ്റ്റ് ചെയ്തു. അല്ലല്ലോ. അപ്പൊ കറപ്റ്റ് ചെയ്തപ്പോൾ ഈ മണി എന്ന് പറയുന്ന ഒരു സംഭവം പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ നോ ദിസ് ഗൈ ഇസ് എ ഫോൾസ്, ദിസ് ഗൈ അങ്ങനെ എന്താ പറയുക ആൾക്കാർ കൺഫ്യൂഷനായി. കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു സത്യമുണ്ട്. ആ സത്യത്തെ എന്ത് ചെയ്തു? കറപ്റ്റ് ചെയ്തു, മിസ്യൂസ് ചെയ്തു ആൾക്കാർ. അല്ലല്ലോ. അപ്പൊ ആ സത്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ മതി. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനകത്ത് എൻലൈറ്റൻ ചെയ്താൽ യു വിൽ ഫോളോ ദ പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്താൽ വാട്ട് എവർ ഈസ് എ ഫൈനാൻഷ്യൽ ഏരിയ ദ ബ്രോക്കൺനെസ് വിൽ ഗോ. ഓക്കെ, 100% ഷുവർ ആണ് ശരിക്കും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും എന്താണ് സാമ്പത്തിക മേഖലയുടെ മേൽ ആർക്കാണ്? സാത്താന്റെ കിങ്ഡത്തിനാണ് ശരിക്കും അധികാരവും ആധിപത്യവും ആദം മുഖാന്തരം കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആര് ഈ ഭൂമിയിൽ സമ്പത്തുണ്ടാക്കിയാലും ബൈ ഡീഫോൾട്ട് there is a evil covenant upon that money. ഹല്ലേലൂയ. അപ്പൊ വെൽത്ത് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിന്റെ മേലെ ഒരു പൈശാചികമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. സ്പിരിറ്റ് ഓഫ് മാമോൻ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ അത് മാറണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഹല്ലേലൂയ. യു ഹാവ് ടു ഗിവ് ദ 10% ഓഫ് ഇറ്റ് ടു ഗോഡ് സോ ദാറ്റ് ഗോഡ് വിൽ ബ്ലെസ് യു ഫോർ ദ 90%. ഹല്ലേലൂയ. അതാണ് ആ ദൈവത്തിന്റെ സിസ്റ്റം. ഓക്കെ, ഇനിയും ആ ടൈത്തിങ് സിസ്റ്റം അല്ലെങ്കിൽ ദശാംശ സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത്, ഈ ഭൂമിയിൽ എങ്ങനെയാണ് ദൈവം അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഓക്കെ, അതിലേക്കാണ് നമ്മൾ അടുത്തതായിട്ട് കടന്നു വരാൻ പോകുന്നത്. ഓക്കെ, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ടൈത്തിങ് വർക്ക്സ്. എങ്ങനെയാണ് ഈ ടൈത്തിങ് എന്ന് പറഞ്ഞ സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഈ ഭൂമിയിൽ ദൈവത്താൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തികളുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവും എല്ലാം കൂടെ ചേർത്ത് ഒരു സ്പിരിച്വൽ ആത്മീയ പ്രിൻസിപ്പിൾ ആണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് പഴയ നിയമത്തിൽ നിന്നും അതിന്റെ ഇത് കാണാൻ പറ്റും, പുതിയ നിയമത്തിനകത്തുനിന്നും അത് കാണാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്താൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തികൾ. ഹല്ലേലൂയ. അപ്പൊ ആ വ്യക്തികൾ വഴിയാണ് ശരിക്കും ദൈവം ഈ 10% സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ പഴയ നിയമം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, ശരിക്കും പുരോഹിതന്മാർ, ആ പുരോഹിതന്മാരുടെ അടുക്കെ കൊണ്ടാണ് ശരിക്കും എന്ത് കൊടുക്കുന്നത്? കാഴ്ചകളും ബലികളും എല്ലാം അർപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ ദൈവത്താൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തികൾ when they collect that 10%, it is equivalent to God collecting. അതിന്റെ പ്രിൻസിപ്പിൾ മനസ്സിലായോ? അതായത് ഉദാഹരണം, നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ പാസ്റ്ററിന് കൊണ്ട് ആ 10% കൊടുക്കുമ്പോൾ നിങ്ങൾ പാസ്റ്ററിനല്ല കൊടുക്കുന്നത്, ദൈവത്തിനാണ് കൊടുക്കുന്നത്. when he collect that money, അദ്ദേഹം ആ 10% സ്വീകരിക്കുമ്പോൾ ദൈവം സ്വീകരിച്ചതുപോലെയാണ് അത് ശരിക്കും. കാരണം ദൈവം നേരിട്ട് വന്ന് ആരോടും ആ 10% എനിക്ക് തരിക എന്ന് പറഞ്ഞ സിസ്റ്റം ബൈബിളിലില്ല. when he receive it, it is as if God receives it. ഹല്ലേലൂയ. ആ 10% സ്വീകരിച്ചതിന് ശേഷം
അദ്ദേഹം ബ്ലെസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ സിസ്റ്റം ബ്ലെസ് ചെയ്യുമ്പോൾ, ഇറ്റ് ഈസ് ഈക്വലൻ ടു ഗോഡ് ബ്ലെസ്സിങ്. ഓ ലോർഡ് ജീസസ്, ഐ താങ്ക് യു. ഞാൻ ഈ പറയുന്ന സിസ്റ്റം മനസ്സിലാവുന്നുണ്ട്. എങ്ങനെയാണ് ഈ ടൈറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന്റെ സ്പിരിച്വൽ, അതിന്റെ ഗുഡൻസ്, അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്താൽ നിയമിക്കപ്പെട്ട വ്യക്തികൾ, ദൈവത്താൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തികൾ ആ ദശാംശം സ്വീകരിക്കുമ്പോൾ ദൈവമാണ് അത് സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. ആ വ്യക്തികൾ ആ 10% സ്വീകരിച്ചിട്ട് നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ ബ്ലെസ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ബ്ലെസ്സിങ് ആണ് കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഇറ്റ്സ് വെരി വെരി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വെൻ ദ 10% ഈസ് റിസീവ്ഡ് ബൈ ദ പേഴ്സൺ, ആ ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയോ ആ 10% സ്വീകരിച്ചിട്ട്, ഹല്ലേലൂയ, വെൻ ഹി പ്രൊനൗൺസ് എ ബ്ലെസ്സിങ്, നിങ്ങളുടെ ആ സമ്പത്തിന്റെ മേൽ ഒരു ബ്ലെസ്സിങ് പ്രൊനൗൺസ് ചെയ്യുമ്പം ബാക്കി 90% മേലുള്ള ഇവിൾ കവനന്റ് ബ്രോക്ക് ആവുകയാണ്, ശരിക്കും ബ്രേക്ക് ചെയ്യുവാണ്. ബിക്കോസ് ദ ഹോൾ സിസ്റ്റം കംസ് അണ്ടർ ഗോഡ്സ് സ്പിരിച്വൽ ലോ. ഓ ലോർഡ് ജീസസ്, ഐ താങ്ക് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇറ്റ്സ് എ സ്പിരിച്വൽ സിസ്റ്റം. ഞാൻ ഇന്നലെ വെള്ളിയാഴ്ചത്തെ സിസ്റ്ററിനകത്ത് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറഞ്ഞു. ദർ ഇസ് എ സ്പിരിച്വൽ പ്രോഗ്രാമിംഗ്. ദർ ഇസ് എ സ്പിരിച്വൽ പ്രോഗ്രാമിംഗ്. ഇഫ് യു ഡോണ്ട് ഫോളോ എ സർട്ടൻ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ, ദാറ്റ് സ്പിരിച്വൽ പ്രോഗ്രാമിംഗ് വിൽ മേക്ക് ഷുവർ ദാറ്റ് യു ആർ സ്പോയിൽ. അല്ല, നിങ്ങളുടെ ആ ലൈഫ്, നിങ്ങളുടെ ഏത് മേഖലയാണോ, ഏത് ഇപ്പം മാരേജിനകത്ത് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, സാൽവേഷനെ സംബന്ധിച്ചൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അഭിഷേകം പ്രാപിക്കാൻ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് ഒരു സ്പിരിച്വൽ ലോ ഉണ്ട്, ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഉണ്ട്. ഇഫ് യു ഡോണ്ട് ഫോളോ ദാറ്റ് സ്പിരിച്വൽ പ്രിൻസിപ്പിൾ, ആ സ്പിരിച്വലി പ്രോഗ്രാം ചെയ്തേക്കുന്ന വന്ന സിസ്റ്റം വന്ന് എന്ത് ചെയ്യും, നിങ്ങളെ അഫക്ട് ചെയ്യും. ഞാൻ പറഞ്ഞ എന്താണ് ആ സ്പിരിച്വൽ സിസ്റ്റം എന്താണ് ശരിക്കും? ഇറ്റ് ഇസ് എ കവനന്റ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് മാമോൻ. ഹല്ലേലൂയ. ആ സിസ്റ്റം അതുപോലെ തന്നെ എന്ത് ചെയ്യും, ശരിക്കും ദൈവത്തിന്റെ ഇൻഫ്ലുവൻസ്, ദൈവത്തിന്റെ പ്രസൻസ്, ഹല്ലേലൂയ, ആ മേഖലയ്ക്കകത്ത് ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അപ്പോ ശരിക്കും ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈത്തിങ്ങിന്റെ ആ സ്പിരിച്വൽ കൺസെപ്റ്റ് ഇങ്ങനെയാണ് ശരിക്കും, അതിന്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ് ശരിക്കും. വെൻ ദ 10% ഈസ് റിസീവ്ഡ് ബൈ എ മാൻ ഓഫ് ഗോഡ്, ഒരു ദൈവത്താൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട, ഒരു ഓർഡൈൻ ചെയ്യപ്പെട്ട വ്യക്തി ആ 10% സ്വീകരിക്കുമ്പോൾ ദൈവമാണ് അത് സ്വീകരിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ ബ്ലെസ് ചെയ്യുമ്പോൾ ദൈവമാണ് നിങ്ങളുടെ ഫൈനാൻസ് മേഖലയെ തിരിച്ച് ബ്ലെസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദ റിമൈനിങ് 90% ദാറ്റ് വിൽ ബി ബ്ലെസ്ഡ്. ഹല്ലേലൂയ. സോ ഇതൊരു ശരിക്കും ഒരു നിയമമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ സ്പിരിച്വൽ സിസ്റ്റം. ഓൾറൈറ്റ്, ഓൾറൈറ്റ്, ഓക്കെ. ഇനിയും നമ്മൾ അടുത്തൊരു കാര്യം മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിനും സാത്താനും അവരുടെ മിഷൻസ് ഈ ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ അവരുടേതായിട്ടുള്ള സിസ്റ്റമുണ്ട്. ഹല്ലേലൂയ. രണ്ടു കൂട്ടരും, ദൈവമാകട്ടെ സാത്താനാകട്ടെ, അവരുടെ മിഷൻസ്, ദൈവത്തിന്റെ പ്ലാനുകളും പദ്ധതികളും സാത്താന്റെ പ്ലാനുകളും പദ്ധതികളും ഈ ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് അവരുടെ മക്കൾ വഴിയാണ്. ഹല്ലേലൂയ. ദൈവം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്നത് ദൈവത്തിന്റെ മക്കളിലൂടെയാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിലൂടെയാണ്. അതുപോലെ തന്നെ സാത്താന്റെ അജണ്ടകൾ, അവന്റെ പ്ലാനുകൾ ഈ ഭൂമിയിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന എങ്ങനെയാണ്? അവന്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ അവന്റെ മക്കൾ വഴിയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയുന്ന ഭൂമിയിൽ കാണുന്ന വിഗ്രഹങ്ങള്, ടെമ്പിളുകള്, വർഷിപ്പ്, ആരാധന സ്ഥലങ്ങള്, അല്ലെങ്കിൽ ചാരിറ്റി വർക്കുകള്, മീറ്റിങ്ങുകള്, അവരുടെ പ്രീച്ചേഴ്സ്, ഇവരെയൊക്കെ ഫണ്ട് ചെയ്യുന്ന ആരാണ് ശരിക്കും? അവരുടെ തന്നെ ആൾക്കാരാണ് ശരിക്കും. ഹല്ലേലൂയ. ഇപ്പൊ ഒരു ആരാധനാലയം പണിയുന്നത്, ഒരു നോൺ ബിലീവർ, ഒരു അവിശ്വാസികളുടെ ആയിട്ടുള്ള ബന്ധപ്പെട്ട് ആരാധനാലയങ്ങൾ പണിയുന്നത്, അവിടെ ആരാധന ക്രമങ്ങൾ നടക്കുന്നത്, ഹല്ലേലൂയ, അവരുടേതായിട്ടുള്ള വർഷിപ്പുകൾ നടക്കുന്നത്, ചാരിറ്റി വർക്കുകൾ നടക്കുന്നത്, ഹല്ലേലൂയ, അവരുടേതായിട്ടുള്ള പ്രീസ്റ്റുകളെ, ഇതൊക്കെ ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? അവന്റെ സിസ്റ്റമാണ് ശരിക്കും. അതേപോലെ തന്നെയാണ് ശരിക്കും ദൈവത്തിന്റെ വർക്കുകൾ ഈ ഭൂമിയിൽ ദൈവം ചെയ്തെടുക്കുന്നത് ദൈവത്തിന്റെ മക്കളിലൂടെയാണ്. ഹല്ലേലൂയ. അപ്പൊ അതിനുവേണ്ടി ദൈവം ഓർഡൈൻ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും ടൈത്തിങ് ആൻഡ് ഓഫറിങ്. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ രണ്ടാം പാർട്ടിലേക്ക്, ഓഫറിങ് എന്ന പാർട്ടിലേക്ക് ഞാൻ പിന്നെ വരാം. ആ സിസ്റ്റത്തിലൂടെയാണ് ദൈവത്തിന്റെ വർക്കുകൾ ഈ ഭൂമിയിൽ ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ശരിക്കും എനിക്ക് വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. നത്തിങ് മച്ച് ടു എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് പല പെന്റക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ശരിക്കും കേൾക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു സ്പിരിച്വൽ കോൺസെപ്റ്റ്, അതായത് ആ ഒരു ഇത് പറഞ്ഞ സ്പിരിറ്റ് ഓഫ് മാമോൻ, അതിന്റെ ആ ഇൻഫ്ലുവൻസ്, ആ മേഖല തിരിച്ചറിഞ്ഞാൽ മാത്രം മതി ശരിക്കും. ബൈ ഡീഫോൾട്ട് എനി മണി ദാറ്റ് വി മേക്ക്, ഹല്ലേലൂയ, ഇപ്പൊ ഞാൻ പോയിട്ട് ശരിക്കും വർക്ക് ചെയ്തുണ്ടാക്കുന്ന ഒരു പണം, ഹല്ലേലൂയ, ഞാനിപ്പോ ഒരു ജോലിക്ക് പോയി, ആ ജോലിക്ക് എനിക്ക് 1000 രൂപ കിട്ടുന്നു, ബൈ ഡീഫോൾട്ട് ഈസ് അണ്ടർ എ കേഴ്സ്. ഹല്ലേലൂയ. അപ്പൊ ആ
1,000 rupeesനകത്ത് ആ 1,000 rupees ബ്ലെസ്ഡ് ആകുന്ന എപ്പോഴാണ് ശരിക്കും? വെൻ ഐ ഗോ ഇൻ ടു ദ സിസ്റ്റം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സിസ്റ്റത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിന്റെ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുമ്പോഴേ അതിൻ്റെ മേലുള്ള കേഴ്സ് മാറത്തുള്ളൂ. ഇറ്റ് വിൽ ബി ബ്ലെസ്ഡ്. ഇത്രയും കാര്യങ്ങൾ ശരിക്കും എനിക്കൊന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഓൾറൈറ്റ്. സാധാരണ ആൾക്കാർ പറയുന്നുണ്ട്, ശരിക്കും പറയും, ദൈവത്തിന് നമ്മുടെ മണിയുടെയോ നമ്മുടെ കാര്യങ്ങളുടെയോ നമ്മുടെ സമ്പത്തിന്റെയോ ആവശ്യമില്ല എന്ന് ചില ആൾക്കാർ പറയും. സാധാരണ ആൾക്കാർ പറയും, ദൈവത്തിന് എന്താ ആവശ്യം? ഹി ഈസ് ഹാവിങ് എവറിത്തിങ്, ഹി ഈസ് ഓവർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ബിലോങ്സ് ടു ഹിം. സോ ദൈവത്തിന്റെ നിന്റെ പണത്തിന്റെയോ നിന്റെ സമ്പത്തിന്റെയോ ഒന്നും ആവശ്യമില്ല എന്ന് സാധാരണ ആൾക്കാർ ശരിക്കും പറയും. ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഐ വിൽ പ്രൂവ് ഇറ്റ്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവത്തിന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതും സാത്താന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതും രണ്ട് സിസ്റ്റമാണ് ശരിക്കും. സാത്താൻ അവന്റെ അജണ്ടകൾ, അവന്റെ പ്ലാനുകൾ, അവന്റെ ആരാധനക്രമങ്ങൾ, അവന്റെ വിഗ്രഹങ്ങൾ, അവന്റെ ആരാധനാലയങ്ങൾ എല്ലാം സൃഷ്ടിക്കുന്നത് അവന്റെ മക്കളിലൂടെയാണ്. സാത്താൻ ആകാശത്തു നിന്ന് പണം ഇട്ടുകൊടുത്താണ് അവരത് ചെയ്യുന്നത്. നോ, അവന്റെ ഫോളോവേഴ്സ്. അതേപോലെ തന്നെയാണ് ശരിക്കും ദൈവത്തിന്റെ വർക്കുകൾ ചെയ്യുന്നത് ആരിലൂടെയാണ്? ദൈവത്തിന്റെ മക്കളിലൂടെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആരെങ്കിലും പറയുവാണ് ശരിക്കും ദൈവത്തിന് നമ്മുടെ പണത്തിന്റെയോ സമ്പത്തിന്റെയോ ഒന്നും ആവശ്യമില്ല. ചില ആൾക്കാർ പറയും, he is God, so why do you need your money? Hallelujah എന്ന് പറയും. സോ it's wrong. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, യേശു കർത്താവിന്റെ മിനിസ്ട്രിയെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ യേശു കർത്താവ് ആരാണ്? ശരിക്കും ദൈവത്തിന്റെ മനുഷ്യരൂപമാണ്. ഹി ഈസ് ഗോഡ് ഹിംസെൽഫ് ഇൻ എ ഹ്യൂമൻ ഫോം. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ ശുശ്രൂഷയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിനകത്ത് യോഹന്നാൻ അപ്പസ്തോലൻ സുവിശേഷം എഴുതുമ്പോൾ അവിടെ പറയുകയാണ് ശരിക്കും യേശു കർത്താവ് എന്ന് പറയുന്ന ശരിക്കും അന്ത്യത്താഴ വേള അകത്ത് ശരിക്കും എന്ത് സംഭവിച്ചു? യൂദാസ് കർത്താവിന്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിച്ചല്ലോ. അതിനുശേഷം കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് ശരിക്കും. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവൻ ഇത് എന്തിനു പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. പണസഞ്ചി യൂദാസിന്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമായുള്ളത് വാങ്ങുകയോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുകയോ എന്നോ ആയിരിക്കാം യേശു അവരോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിന്റെ മിനിസ്ട്രിക്കകത്ത് there was a ഫൈനാൻസ് സിസ്റ്റം. അല്ലെങ്കിൽ ആ ഫൈനാൻസിന്റെ ഇൻചാർജ് ആരായിരുന്നു? യൂദാസ് ആയിരുന്നു. അല്ലെങ്കിൽ എന്തിനാണ് യേശു കർത്താവിന്റെ മിനിസ്ട്രിക്കകത്ത് യേശുവിന് പണം? കാരണം ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തോട്ട് സഞ്ചരിക്കുമ്പോൾ ആഹാരം വാങ്ങിക്കാൻ, വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ, വെള്ളം കുടിക്കാൻ, അല്ലെങ്കിൽ ഭക്ഷണങ്ങൾക്ക് വാങ്ങിക്കാൻ there is a money. So there was a system. അപ്പൊ യേശു കർത്താവിന്റെ മിനിസ്ട്രിക്കകത്ത് പോലും he has demonstrated that principle. ഹല്ലേലൂയ. there is a principle called എന്ത് പറയുന്ന ആ യൂദാസ് ആയിരുന്നു ശരിക്കും അതിന്റെ ഇൻചാർജ്. സോ ജീസസ് ഈസ് ഗോഡ്. സോ യേശു ദൈവമായതുകൊണ്ട് യേശുവിന് കറൻസി ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇങ്ങനെ വരുത്തിയാൽ പോരായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരു നോർമലായിട്ട് ചിന്തിക്കുവാണെങ്കിൽ ജീസസ് ഈസ് ഗോഡ്, റൈറ്റ്? ഹി ക്യാൻ ഡു എവറിത്തിങ്. കർത്താവിനെ പറഞ്ഞാമല്ലോ, അറ്റ്മോസ്ഫിയറിൽ ഇപ്പൊ അപ്പം വർദ്ധിപ്പിച്ചതുപോലെ അങ്ങ് അപ്പം വർദ്ധിപ്പിക്കുന്ന പോലെ കറൻസി വർദ്ധിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. ഹല്ലേലൂയ. വൈ ഹി ഡിഡ്ന്റ് ഡു ദാറ്റ്? എന്തുകൊണ്ട് അത് ചെയ്തില്ല? ഇന്ന് നമുക്കറിയാം, ഇന്ന് ശരിക്കും ഈ ആഫ്രിക്കയിലൊക്കെ ഉള്ള ചില പ്രൊഫറ്റ്സുകൾ അവര് നമ്മുടെ കറൻസി വർദ്ധിപ്പിക്കുന്ന മിറക്കിൾസ് ഒക്കെ ഞാൻ ശരിക്കും യൂട്യൂബിൽ കണ്ടു. ഇറ്റ്സ് ഓൾ ഫോൾസ്. ഡോണ്ട് ഗോ ഇൻ ടു ദാറ്റ് സിസ്റ്റം. ഹല്ലേലൂയ. ഇറ്റ്സ് എ ഫോൾസ് വർക്കിംഗ് ഓഫ് ദ ഫോൾസ് പ്രൊഫറ്റ്സ്. എൻഡ് ടൈമിലെ ഫോൾസ് പ്രൊഫറ്റ്സിന്റെ വർക്കിംഗ് ആണ് അത് ശരിക്കും. ഹല്ലേലൂയ. The end time prophets are going to be, false prophets are going to be like that. നമ്മൾ പേഴ്സി കിടക്കുന്ന പണം ഇരട്ടിപ്പിക്കും, ആകാശത്തു നിന്ന് ഇങ്ങനെ ബൈബിളിനിടയ്ക്ക് പണം കൊണ്ടുവരും. ഇറ്റ്സ് എ ഫോൾസ് വർക്കിംഗ് ഓഫ് സൈറ്റൻ. സാത്താന്റെ സിസ്റ്റത്തിനകത്തുള്ള ഫോൾസ് മിറക്കിൾസ് ആൻഡ് വർക്കേഴ്സ് ആണ് ശരിക്കും എൻഡ് ടൈം പ്രൊഫറ്റ്സ്. അതായത് എൻഡ് ടൈം ഫോൾസ് പ്രൊഫറ്റ്സ്. നമുക്കറിയാം, അവസാന നാളുകളിൽ വ്യാജ പ്രവാചകന്മാർ അനേകം എഴുന്നേറ്റ് കർത്താവ് പറഞ്ഞ് വ്യാജ പ്രവർത്തികൾ കൊണ്ട്, അത്ഭുതങ്ങൾ കൊണ്ട് അനേകരെ വഴിതെറ്റിക്കും. ഹല്ലേലൂയ. സോ ദിസ് ഈസ് വൺ ഓഫ് ദ വർക്ക്സ് ഓഫ് ദ ഫോൾസ് പ്രൊഫറ്റ്. യേശു കർത്താവിന്റെ സിസ്റ്റത്തിനകത്തുള്ള കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് ബൈബിളിനകത്ത് നമുക്ക് അപ്പസ്തോലന്മാരോ അല്ലെങ്കിൽ യേശു കർത്താവ് പറഞ്ഞു തരണം ശരിക്കും നോട്ട് ഇങ്ങനെ ഇരട്ടിക്കുന്ന സംവിധാനം. നോ. ഇവിടെ പറയുന്നത് ശരിക്കും എന്താണ്? ശരിക്കും യേശു കർത്താവിന്റെ കയ്യിൽ അവന്റെ മിനിസ്ട്രിക്കകത്ത് ഒരു പണസഞ്ചി ഉണ്ടായിരുന്നു, പണം സൂക്ഷിക്കാൻ വേണ്ടി. ആരാണ് ഈ പണം കൊടുത്തിരുന്നത്? യേശു കർത്താവ് ശുശ്രൂഷയ്ക്ക് പോകുന്നവര്. ഹല്ലേലൂയ. യേശു കർത്താവിനെ ശരിക്കും കർത്താവായിട്ട് പലരും വന്ന ഒരു പ്രവാചകനെ പോലെയാണല്ലോ കണ്ടിരുന്നത്. അപ്പം അന്ന് അവരുടെ ഇടയിലുള്ള സിസ്റ്റത്തിൽ പ്രകാരം എന്ത് ചെയ്യുന്നു? ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ആൾക്കാർ പണം കൊടുക്കും. സോ യൂദാസ് ആയിരുന്നു ശരിക്കും അതിന്റെ ഇൻചാർജ്.
ഹല്ലേലൂയ. സോ യേശുവിന്റെ മിനിസ്ട്രി നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഈ സിസ്റ്റത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. അങ്ങനെ വായിച്ച് നമ്മൾ താഴോട്ട് പോകുമ്പോൾ നമുക്കറിയാം അന്ന് ആദിമസഭ പറമ്പുകളും വീടുകളും സ്വന്തമായിട്ടുണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റ് കിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. അപ്പൊ അപ്പസ്തോലന്മാരുടെ കാൽക്കൽ ഇത് സമർപ്പിക്കാൻ ചെന്നപ്പോൾ അപ്പസ്തോലനായ പത്രോസ് പറഞ്ഞു, വേണ്ട 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 എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വേണ്ട, അങ്ങനെ ചെയ്യല്ലേ, ഇത് ചെയ്യില്ലേ എന്ന് പറഞ്ഞ് അത് തിരസ്കരിച്ചോ? ഇല്ല. വൈ? ബിക്കോസ് ഫോർ ദ ഫർദറൻസ് ഓഫ് ദ ഗോസ്പൽ, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി, ദാറ്റ് സിസ്റ്റം വാസ് വെരി ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. ദാറ്റ്സ് വൈ ഇറ്റ് വാസ് അലൗഡ്. ഇറ്റ്സ് എ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ. ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. അപ്പൊ ചില ആൾക്കാർ പറയും, നമ്മുടെ പണം കൊണ്ടിട്ടാണോ ദൈവം ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ നമ്മുടെ പണവും കാര്യങ്ങളൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ഇറ്റ് ഈസ് എ ഫോൾസ് ഡിസപ്ഷൻ ബൈ ദ ഡെവിൾ. ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ട് ഈ ഫൈനാൻഷ്യൽ ബ്രോക്കർനെസ് എന്നുള്ള സംഭവത്തിലേക്ക് ആഴത്തിലോട്ട് വരാൻ പോവാണ് ശരിക്കും. അല്ല, എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ടൈത്ത് കൊടുത്തിട്ടും അല്ലെങ്കിൽ ദൈവരാജ്യത്തെ വിതച്ചിട്ടും നിങ്ങൾക്ക് അതിനകത്തൊരു ബ്ലെസ്സിങ് ഇല്ലാത്തതിന്റെ കാരണങ്ങളൊക്കെ ഇന്ന് ഞാൻ പറഞ്ഞുതരാം ശരിക്കും. അല്ല, ഈ ദിവസങ്ങളിൽ കർത്താവ് ഇതിനകത്ത് എനിക്കൊരു ഇൻസൈറ്റ് തരുന്നത് കൊണ്ടാണ് ഞാൻ ശരിക്കും ഈ കാര്യങ്ങളിൽ സംസാരിക്കാനുള്ള കാരണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ ശരിക്കും അതുപോലെ തന്നെ ശരിക്കും നമുക്കറിയാം 1 Corinthians chapter 9:14 അവിടെ കർത്താവിന്റെ കൽപ്പനയാണ് ശരിക്കും. എന്താണ്? For the Lord has commanded that those who preach the gospel should live from the gospel. സുവിശേഷം പ്രഘോഷിക്കുന്നവൻ സുവിശേഷത്തിൽ നിന്ന് ജീവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അല്ലെങ്കിൽ നമുക്കറിയാം അപ്പസ്തോലനായ പത്രോസ് ടെന്റ് വർക്കുകളൊക്കെ ചെയ്താണ് ശരിക്കും ഫുൾ ടൈം കോളിങ്ങിന് മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്നത്. സോ ഹി വാസ് ഡൂയിങ് ദ വർക്ക് ആൻഡ് ഓൾസോ ദ മിനിസ്ട്രി അറ്റ് സം പീരീഡ് ഓഫ് ടൈം. പക്ഷെ അതിനുശേഷം ഫുൾ ടൈം യു ഹാഡ് എ കോളിംഗ് ഫോർ ദ ഫുൾ ടൈം മിനിസ്ട്രി. നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ശരിക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ DGS ദിനകരൻ എന്ന് പറയുന്ന നമുക്ക് അറിയാം, തമിഴ്നാട്ടിലെ ഒരു ദൈവദാസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. DGS ദിനകരൻ, അദ്ദേഹത്തിന്റെ മകനാണ് ശരിക്കും പോൾ ദിനകരൻ. ഇപ്പോൾ DGS ദിനകരൻ അദ്ദേഹം 42 വയസ്സ് വരെ ഒരു ബാങ്കിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയുടെ കോളിംഗ് ശരിക്കും ലഭിച്ചതാണ്ട് 27-ാമത്തെ വയസ്സിലെങ്ങാണ്ടാണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പൊ 27 വയസ്സ് തൊട്ട് 42 വയസ്സ് വരെയുള്ള ആ ഒരു സമയത്തെ അദ്ദേഹം ജോലിയും സുവിശേഷ വേലയും പാരലായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ 42-ാമത്തെ വയസ്സിന് ശേഷം ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നു. കാരണം ഗോഡ് കോൾഡ് ഹിം ഫോർ ദ ഫുൾ ടൈം മിനിസ്ട്രി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ശരിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ 1 Corinthians chapter 9:14 നോക്കുവാണെങ്കിൽ ലോർഡ് ഹാസ് കമാൻഡഡ് ദാറ്റ് ദോസ് ഹു പ്രീച്ച് ദ ഗോസ്പൽ ഷുഡ് ലിവ് ഫ്രം ദ ഗോസ്പൽ. തന്നെ ആരെങ്കിലും കേൾക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കമാൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? ബിക്കോസ് ആ ഒരു സെർവന്റ് ഓഫ് ഗോഡിന്റെ സമയം പ്രാർത്ഥനകൾക്ക് വേണ്ടിയും ഉപവാസത്തിനു വേണ്ടിയും വെളിപ്പാടുകളും അറിവുകളും ലഭിക്കാൻ വേണ്ടിയും മാറ്റിവെക്കണം. ദാറ്റ്സ് എ സിസ്റ്റം ഓഫ് ഗോഡ്. എന്തിനാണ് ശരിക്കും? കർത്താവിന്റെ മക്കളെ അറിവിൽ വളർത്താൻ, ആത്മീയ ഭക്ഷണം കൊടുക്കുവാൻ, അവരുടെ ഡെലിവറൻസുകൾ ചെയ്യുവാൻ, അവരെ കർത്താവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുന്ന ആ ഒരു വർക്കിലേക്ക് അവരുടെ സമയത്തെ സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ആണ് ശരിക്കും. അത് നമുക്ക് ശരിക്കും സുവിശേഷങ്ങളിലെല്ലാം അതിന്റെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒരു ഫിസിക്കൽ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞത് ശരിക്കും DGS ദിനകരൻ എന്ന് പറയുന്ന ആ ദേവദാസിനെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ 42 വയസ്സ് വരെ അദ്ദേഹം ജോലിയും സുവിശേഷ വേലയും ഒരുമിച്ച് ചെയ്തു. പക്ഷെ when the calling came from God that now the time has come for separate into the full-time ministry. Hallelujah. So God needs your money. Hallelujah. Please try to understand. ആരെങ്കിലും പറയാണ് ദൈവത്തിന് നിന്റെ പണം ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിസപ്ഷൻ ബൈ ദ ഡെവിൾ. കാരണം ദൈവത്തിന്റെ സിസ്റ്റവും സാത്താന്റെ സിസ്റ്റവും അവരുടെ അസൈൻമെന്റുകൾ ഈ ഭൂമിയിൽ ചെയ്തെടുക്കുന്നത് നമ്മിലൂടെയാണ്. ഹല്ലേലൂയ. ദൈവമക്കളിലൂടെയാണ്. ഞാൻ അടുത്ത ആ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിനകത്ത് ഇതിന്റെ വലിയ മർമ്മം കിടപ്പുണ്ട്. അതിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ശരിക്കും നിങ്ങളുടെ കണ്ണ് തുറക്കും ശരിക്കും. ഹല്ലേലൂയ. സോ there is a why I'm speaking about this. എന്തുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്? ദയവേത് നിങ്ങൾ ചിന്തിക്കല്ലേ എനിക്ക് എന്തെങ്കിലും പണം കിട്ടാൻ വേണ്ടിയാണ്. No. I am presenting you a spiritual principle to നിങ്ങളുടെ ഫൈനാൻഷ്യൽ ബ്രോക്കൺനെസ് മാറാനും ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്ത് പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി ഉണ്ടാകാനുമുള്ള ആത്മീയ പ്രിൻസിപ്പിളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ ബലഹീനരായി പാവപ്പെട്ടവരായി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പം അല്ലെങ്കിൽ നീ വിശ്വസിച്ചോ എന്നാണ് ചോദിച്ചത്. നോ, ഹി നെവർ ആസ്ക്ഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഞാൻ വിശക്കുന്നവനായി വന്നു, ഞാൻ ദാഹിക്കുന്നവനായി വന്നു, വസ്ത്രമില്ലാത്തവനായിട്ട് വന്നു, നീ എന്താ ചെയ്തത്?
അല്ലോ. സോ ദർ ഈസ് എ പ്രിൻസിപ്പിൾ. നമ്മൾ റിലീജിയസ്, ഒത്തിരി ടൂ മച്ച് റിലീജിയസ് ആയി പോകുന്നതുകൊണ്ടാണ് പ്രശ്നം. ഹല്ലേലൂയ. നമ്മൾ ആ ആത്മീയ പ്രിൻസിപ്പിൾ എടുത്ത് ആ ആത്മീയ പ്രിൻസിപ്പിൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രാക്ടീസ് ദ റിയൽ ക്രിസ്ത്യാനിറ്റി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓക്കെ, ഈ ഒരു കാര്യം കർത്താവ് വളരെ വ്യക്തതയോടെ ഇപ്പൊ സംസാരിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലീസ് ട്രൈ ടു ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ഓൾറൈറ്റ്, there is a great revival is going to come. ഒരു end time revival is going to come. Very soon it is going to start. ഹല്ലേലൂയ. ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു വലിയ end time revival is going to come. ഓക്കെ, ആ റിവൈവലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശരിക്കും ഫ്രഷ് ബിലീവേഴ്സ്, ഒരു കൂട്ടം പുതിയ വിശ്വാസികളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ശരിക്കും ആ റിവൈവലിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. ഇതിന്റെ കർത്താവിന്റെ ആ ഒരു വിഷനുമായിട്ട് നമ്മൾ ശരിക്കും അലൈൻ ചെയ്യുമ്പോഴാണ് ശരിക്കും ഹല്ലേലൂയ നമുക്ക് ഇതിനകത്തുള്ള ആത്മീയ അർത്ഥങ്ങൾ, കർത്താവ് വാട്ട് ദ ലോർഡ് വാണ്ട് ടു ഡു എന്നുള്ള സംഭവം നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. അപ്പൊ ആ എൻഡ് ടൈം റിവൈവൽ എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒരു വലിയ റിവൈവലാണ് ശരിക്കും. ഇറ്റ് ഈസ് ഗോയിങ് ടു ബ്രേക്ക് ഔട്ട് വെരി സൂൺ. ഹല്ലേലൂയ. ഇപ്പൊ ഈ കോവിഡ് പോലുള്ള സാധനങ്ങൾ സ്ലോലി ഇറ്റ് ഈസ് ഗോയിങ് ടു സ്ലോ ഡൗൺ. ഹല്ലേലൂയ. സ്ലോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് റിവൈവൽ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. ഒരു വലിയ റിവൈവലാണ്. ഇതിനെക്കുറിച്ച് അനേകം പ്രവാചകന്മാരൊക്കെ പ്രവചിക്കുകയും വർഷങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ആ റിവൈവലിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു കൂട്ടം പുതിയ ക്രിസ്തീയ വിശ്വാസികളെ, ഒരു കൂട്ടം പുതിയ മക്കളെ യേശുക്രിസ്തുവിന് വേണ്ടി പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് ആ റിവൈവലിന്റെ ലക്ഷ്യം. ഹല്ലേലൂയ. അപ്പൊ ആ റിവൈവല് കർത്താവ് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മിലൂടെയാണ് ശരിക്കും. ഹല്ലേലൂയ. ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കർത്താവ് ആ റിവൈവൽ ചെയ്തെടുക്കാൻ പോകുന്ന ആളിലൂടെയാണ്, നമ്മിലൂടെയാണ്. ഇപ്പോൾ വർഷങ്ങളായിട്ട് യേശു കർത്താവിനെ അനുഗമിക്കുന്നവർ, അല്ല കർത്താവിനെ സ്നേഹിക്കുന്നവർ, കർത്താവിന്റെ വചനം അറിയാവുന്നവർ, കർത്താവിൽ ആഴപ്പെട്ടവർ, ഹല്ലേലൂയ, അവരിലൂടെ എന്ത് ചെയ്യുന്നു? ഒരു റിവൈവൽ കർത്താവ് കൊണ്ടുവരാൻ പോവാണ്. ആ റിവൈവലിലൂടെ ശരിക്കും ഒരു കൂട്ടം ലക്ഷക്കണക്കിന് ഫ്രഷ് ബിലീവേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ, ആഴത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമ്മളാണ് ശരിക്കും ഗിവ് ബർത്ത് ചെയ്യാൻ പോകുന്നത്. നമ്മിലൂടെയാണ് കർത്താവ് അത് ചെയ്യാൻ പോകുന്നത്. എല്ലാ രാജ്യങ്ങളിലും, എല്ലാ പട്ടണങ്ങളിലും, എല്ലാ ദേശങ്ങളിലും രാജാതിരാജനായ യേശു കർത്താവ് വരുന്നതിന് മുമ്പ് ഒരു റിവൈവൽ നടക്കാൻ പോവാണ്. ആ റിവൈവലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹി വാണ്ട് എ ന്യൂ ഫ്രഷ് ബിലീവേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്. ഹല്ലേലൂയ. അപ്പൊ എന്തിനാണ് ആ ബിലീവേഴ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്കത് അല്പം കൂടെ സംസാരിക്കാം. അതായത് ആന്റി ക്രൈസ്റ്റിന്റെ റെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ശരിക്കും. അന്തിക്രിസ്തുവിന്റെ 7 വർഷത്തെ വാഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഹല്ലേലൂയ. അപ്പൊ അന്തിക്രിസ്തുവിന്റെ വാഴ്ച, അല്ലെങ്കിൽ എതിർ ക്രിസ്തു, അന്തിക്രിസ്തു എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് അത് മനസ്സിലാകാൻ സാധ്യതയില്ല. എതിർ ക്രിസ്തു, ആന്റി ക്രൈസ്റ്റ് ഈസ് ഗോയിങ് ടു കം വെരി സൂൺ. ഓക്കെ, അപ്പൊ ആന്റി ക്രൈസ്റ്റിന് 2 സീസണുകൾ കർത്താവ് അനുവദിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3.5 വർഷവും രണ്ടാമത്തെ 3.5 വർഷവും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇന്ന് ശരിക്കും റാപ്ചറിനെ സംബന്ധിച്ച് വളരെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ശരിക്കും ഒത്തിരി ഡോക്ട്രിൻസ് ഉണ്ട്. പ്രീ ട്രിബുലേഷൻ റാപ്ചർ, മിഡ് ട്രിബുലേഷൻ റാപ്ചർ, പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചർ, വാട്ട് എവർ ഇറ്റ് ബി. എന്നാ സംഭവിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ റിവൈവലിനകത്ത് കർത്താവ് പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന അവർ, ദേ വിൽ ബി ദേർ ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ റെയിൻ ഓഫ് ആന്റി ക്രൈസ്റ്റ്. ഹല്ലേലൂയ. അതായത് രണ്ടാമത്തെ ഹാഫ് ഉണ്ടല്ലോ ശരിക്കും, റാപ്ചർ നടക്കും. റാപ്ചർ നടന്നതിന് ശേഷമുള്ള ഒരു സീസണിൽ ഈ ബിലീവേഴ്സ് ഉണ്ടായിരിക്കും. സോ ദേ ആർ ഗോയിങ് ടു വിറ്റ്നസ് ക്രൈസ്റ്റ് ജീസസ് ഡ്യൂറിങ് ദാറ്റ് സീസൺ. ഹല്ലേലൂയ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ആഴത്തിൽ ഇപ്പം കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഈ റിവൈവലിന്റെ ലക്ഷ്യം അതാണ്. ഈ റിവൈവലിന്റെ ലക്ഷ്യം പുതിയതായിട്ട് വരുന്ന ക്രിസ്തീയ വിശ്വാസികൾ ഓട്ടോമാറ്റിക്കായിട്ട് റാപ്ചറിന്റെ സമയത്ത് എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതല്ല അതിന്റെ ലക്ഷ്യം. ഹല്ലേലൂയ. അന്തിക്രിസ്തുവിന്റെ വാഴ്ചയിൽ യേശുക്രിസ്തുവിനെ വിറ്റ്നസ് ചെയ്യുന്ന ഒരു കൂട്ടം ബിലീവേഴ്സ്, ദേ ആർ ഗോയിങ് ടു ബി ഗിവൺ ബർത്ത് ത്രൂ us ഇൻ ദിസ് സീസൺ. ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഈ ഒരു മിഷൻ, ഇതാണ് കർത്താവിന്റെ മിഷൻ. ആ മിഷനോട് ആരൊക്കെ ചേരാൻ തയ്യാറാണോ അവരെ എല്ലാം കർത്താവ് പ്രൊമോട്ട് ചെയ്യും. ഓൾ ദ പീപ്പിൾ ദാറ്റ് ഗോയിങ് ടു ബി കർത്താവിന്റെ ആ വിഷനോട് അലൈൻ ചെയ്യാൻ പോകുന്നവരെ എല്ലാം ഗോഡ് ഈസ് ഗോയിങ് ടു അനോയിന്റ് ദം, ഗോഡ് ഈസ് ഗോയിങ് ടു യൂസ് ദം മൈറ്റ്ലി. ഹല്ലേലൂയ. സുവിശേഷ പ്രഘോഷണത്തിന് മാത്രമല്ല, സാമ്പത്തിക മേഖലയ്ക്കകത്തും എല്ലാ മേഖലകൾക്കകത്തും കർത്താവ് അവരെ ബ്ലെസ് ചെയ്യാൻ പോവാണ്. കാരണം കർത്താവിന്റെ ആ പ്രൊജക്ട് ചെയ്തെടുക്കണമെങ്കിൽ ഹി നീഡ് ഫൈനാൻസസ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഫൈനാൻഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് ഞാൻ ഇത് പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ ദ കമ്മിങ് റിവൈവൽ ഗോഡ് നീഡ് മണി. ഹല്ലേലൂയ. ഫ്രം ഹിസ് പീപ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം ആരെയും ആകാശത്തുനിന്ന് പണക്കെട്ട് താഴോട്ടിട്ട് കൊടുക്കത്തില്ല. ഹി ഓൺലി യൂസസ് ഹിസ് പീപ്പിൾ. ഹല്ലേലൂയ. സോ യു ക്യാൻ, ഇഫ് യു
ഓപ്പൺ യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു കൊടുത്താൽ നിങ്ങളുടെ പട്ടണങ്ങളിലും ദേശങ്ങളിലും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തും ദൈവത്താൽ ഉയർത്തപ്പെടാൻ പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇപ്പൊ അവർ സ്റ്റേജിൽ വന്നിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ കേരളത്തിൽ ഇന്ന് പ്രബലമായ മിനിസ്ട്രികളെ അല്ല കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നത്. നോ, ഹല്ലേലൂയ. ദേ ആർ ഗോയിങ് ടു ബി, അവരെ കർത്താവ് എന്ത് ചെയ്യുന്നത്, അവരെ ഡീഗ്രേഡ് ചെയ്യാൻ പോകുക. അതിന്റെ കാരണം ഡീഗ്രേഡ് ചെയ്യുകയല്ല, ശരിക്കും ഈ ഒരു കൂട്ടം ആൾക്കാരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പോവുക കർത്താവ്. അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ അപ്ലിഫ്റ്റ് ഉയർത്തപ്പെടുന്നവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഭയങ്കരമായിട്ട് ലോക ചരിത്രം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ, അപ്പസ്തോലന്മാർ പോലും ചെയ്തിട്ടില്ലാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ശരിക്കും ഈ ഒരു ആൾക്കാരെ കർത്താവ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരിക. അവരിലേക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് ആർ ഗോയിങ് ടു ബി റെസ്റ്റഡ്. 7 ആത്മാക്കളെ കർത്താവ് നിവേശിപ്പിക്കാൻ പോവുക. അപ്പൊ ആ 7 ആത്മാക്കൾ, 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് വന്നു കഴിയുമ്പോൾ മിറക്കിൾസ് ആർ ഗോയിങ് ടു ഹാപ്പൻ. മിറക്കിൾസ് ആഫ്റ്റർ മിറക്കിൾ. നിങ്ങൾ ലോക ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ റിവൈവലാണ് വരാൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് ശരിക്കും വരാൻ പോകുന്നത് ഒരു പുതിയ ബ്രീഡിന്റെ മേലാണ്, ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ മേലല്ല. പുതിയതായിട്ട് കർത്താവ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രീഡിന്റെ മേൽ ഈ 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് വരും. ഹല്ലേലൂയ. അപ്പൊ ഈ 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് വരുമ്പോ, ഹല്ലേലൂയ, ഈ 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ്, 7 ആത്മാക്കൾ വന്ന ആൾക്കാര്, ദേ ആർ ഗോയിങ് ടു ഡു വണ്ടർഫുൾ മിനിസ്ട്രി. മൈറ്റി മിറക്കിൾസ് ആർ ഗോയിങ് ടു ഹാപ്പൻ. അവരുടെ മിറക്കിൾസ് വരുമ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ എല്ലാം തന്നെ മിനിസ്ട്രി എന്ത് ചെയ്യും? ദേ വിൽ ഗോ ഡൗൺ. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഞാൻ ഇന്നും എഫേസ്യ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം പരിശോധിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് കേരളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള മിനിസ്ട്രികളെ നിങ്ങൾ നോക്കിക്കോ. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ അവർക്ക് കർത്താവ് കൊടുത്ത മിഷൻ ഇതാണ് ശരിക്കും. അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകരും ഇടയന്മാരും പ്രബോധകരുമാകാൻ വരം നൽകി. എന്തിനാ വരം നൽകിയത്? ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും, അടുത്ത കാര്യം, ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും. ഹല്ലേലൂയ. അപ്പോ കർത്താവിന്റെ വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും അവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന മിനിസ്ട്രി, ഒരു കോളിങ്, ഒരു ശുശ്രൂഷയുണ്ട്. അതിലേക്ക് അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് അവരെ ആ ശുശ്രൂഷയിലേക്ക് അയക്കുന്നതിന് വേണ്ടിയും ഈ ഒരു മേഖലയ്ക്കകത്ത് ഇന്നത്തെ ആ മിനിസ്ട്രികളെല്ലാം തന്നെ പരാജയപ്പെട്ടു. സോ ദ ലോർഡ് ഈസ് ഗോയിങ് ടു ലിഫ്റ്റ് അപ്പ് സം സർട്ടൻ ന്യൂ പീപ്പിൾ. ഹല്ലേലൂയ. ഹി ഈസ് ഗോയിങ് ടു മൈറ്റ്ലി യൂസ് ദം. അവർ ഉപയോഗിക്കപ്പെടുമ്പോൾ തന്നെ ഇവരുടെ ശുശ്രൂഷയ്ക്കകത്ത് വിശ്വസിക്കുക എന്ന് പറഞ്ഞ് ആ ഒരു തലത്തിലാണല്ലോ ആൾക്കാർ നിൽക്കുന്നത്. ആത്മീയമായ വളർച്ചയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ പുതിയ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ആൾക്കാരെല്ലാം തന്നെ എന്ത് ചെയ്യും? ഇതിലേക്ക് കടന്നു വരും. Hallelujah. So what I am trying to say is that a revival is going to come. That's the plan of God. കർത്താവിന്റെ പദ്ധതി ഇതാണ് ശരിക്കും. ആ റിവൈവലിന്റെ പർപ്പസ്, ദൈവം ആ റിവൈവലിൽ ചെയ്യുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് റാപ്ചറിന് ശേഷം ഒരു കൂട്ടം വിശ്വാസികളെ ഈ ഭൂമിയിൽ അന്തിക്രിസ്തുവിന്റെ കാലത്ത്, ആന്റിക്രൈസ്റ്റിന്റെ സീസണിൽ യേശുവിന്റെ വിശ്വാസികളായിട്ട് അല്ലെങ്കിൽ ഇവിടെ അവശേഷിപ്പിക്കും. അല്ല, അതിന് 2-3 റീസൺസ് ഉണ്ട് ശരിക്കും. അതൊക്കെ ശരിക്കും ഞാൻ പിന്നീട് നമുക്ക് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ കൂടുതലായിട്ട് ശരിക്കും നമുക്ക് അതിനെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പോ ആ ഒരു പ്രൊജക്ട് വർക്കിലേക്ക് ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ ഹിസ് പീപ്പിൾ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സീസണകത്ത് വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ ആയിരിക്കാൻ. ഹല്ലേലൂയ. കാരണം when your heart is open, when you are aligned with the plan and purpose of God, hallelujah, there will be a hand of God coming upon you. There will be a blessing coming upon you. Not even എന്ത് പറയുന്ന ഒരു വരദാനങ്ങളുടെ ഒരു ബ്ലെസ്സിങ്ങിനെ കുറിച്ച് മാത്രമല്ല, ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് ഓൾസോ വിൽ ബി കമ്മിങ് അപ്പോൺ യു. കാരണം നിങ്ങളെ ഫൈനാൻഷ്യലി ബ്ലെസ് ചെയ്യാതെ നിങ്ങളുടെ ഫൈനാൻസ് സിസ്റ്റത്തെ ദൈവം എടുക്കത്തില്ല. ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. കർത്താവിന്റെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ആർക്കും കടക്കാരനല്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് ബ്ലെസ് ചെയ്യാതെ ഒരിക്കലും അവന്റെ ആ ഫൈനാൻസ് മേഖലയെ കർത്താവ് എടുക്കത്തില്ല. ദാറ്റ്സ് എ സിസ്റ്റം ഓഫ് ഗോഡ്. കാരണം ദൈവം ആർക്കും കടക്കാരനല്ല. നാളെ ഒരു സമയത്ത് നിങ്ങൾ കർത്താവിന്റെ സിംഹാസനത്തിൽ ചെന്നിട്ട് പറഞ്ഞു, കർത്താവെ, അങ്ങന്റെ സമ്പത്ത് മുഴുവൻ എടുത്തിട്ടല്ലേ ഈ പരിപാടി ചെയ്തത്. ഈ പഴി കേൾക്കാൻ കർത്താവിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ കർത്താവ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, he want to bless his people first financially. ഹല്ലേലൂയ. അവന്റെ മക്കളെ സാമ്പത്തികമായിട്ട് കർത്താവ് ഈ വരുന്ന ദിവസങ്ങളിൽ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവരിലൂടെ ഈ ഒരു പ്രൊജക്ട് വർക്ക് കർത്താവ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി ഒത്തിരി സമയമായോ ശരിക്കും പറഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പകുതി പറഞ്ഞു വെച്ച് തീർന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാനും സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു അല്പം ഒരു 10-15 മിനിറ്റ് കൂടെ നമുക്കൊന്ന് പോകാം. ഹല്ലേലൂയ. അല്പസമയം കൂടെ ഞാൻ പറഞ്ഞ് ഇതിനെ ഒന്ന്
എവിടെയെങ്കിലും ഒന്ന് ഒതുക്കണം. അല്ലെങ്കിൽ ഇത് എവിടെ തീരുമെന്ന് എനിക്ക് അറിയത്തില്ല ശരിക്കും. ഓക്കെ, നമുക്ക് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾക്കകത്ത് ഒരു വലിയ ആത്മീയ മർമ്മ വിരിപ്പുണ്ട്. ഹല്ലേലൂയ. സോ ഗോഡ് വാണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പ്രിൻസിപ്പിൾ. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും. അവിടെ പറയുന്നു, ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് ലൈക്ക് എ മാൻ ട്രാവലിംഗ് ടു എ ഫാർ കൺട്രി. അല്ല, ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ദൂരദേശത്തേക്ക് തൻ്റെ എന്താ പറയുക സെർവൻസിന്, ഹല്ലേലൂയ, നല്ല താലന്തുകളെ കൊടുത്തിട്ട് പോകുന്ന യാത്ര പുറപ്പെടുന്ന ഒരു രാജാവിന്, ഒരു യജമാനിന് സദൃശ്യമാണ് ശരിക്കും സ്വർഗരാജ്യം. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ബൈബിളിനകത്ത് ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് ലൈക്ക് ദിസ് എന്നൊരു വാക്ക് കാണുവാണെങ്കിൽ അതൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ആണ്. ഹല്ലേലൂയ. എവിടെയെങ്കിലും കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ലൈക്ക് ദിസ്, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ലൈക്ക് ദാറ്റ്, ദൈവരാജ്യം ഇങ്ങനെയാണ്, ദൈവരാജ്യം അങ്ങനെയാണ് എന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അത് എന്താണ് ശരിക്കും? അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ശരിക്കും അതൊരു ആത്മീയ നിയമമാണ്. രാജാവായ യേശു കർത്താവിന്റെ കിങ്ഡത്തിന്റെ അകത്തെ ഒരു പ്രിൻസിപ്പിളാണ്, ഒരു നിയമമാണ് അത് ശരിക്കും. അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മതയോടെ ആ വാക്യത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനെ എന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യണം. ഹല്ലേലൂയ. കാരണം ആ പ്രിൻസിപ്പിളാണ് ശരിക്കും ആ രാജാവിന്റെ പ്രിൻസിപ്പിൾസ്, രാജാവിന്റെ കിങ്ഡത്തെ റൺ ചെയ്യുന്ന നിയമവ്യവസ്ഥിതികൾ. ഹല്ലേലൂയ. അപ്പോ ഇവിടെ പറയുന്നു ശരിക്കും, ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. ഞാൻ വേഗം പോകുന്നു ശരിക്കും. അവൻ ഓരോരുത്തർക്കും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്തതിന് ശേഷം യാത്ര പുറപ്പെട്ടു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട വാക്കെന്ന് പറയുന്നത് കഴിവനുസരിച്ച്, ഓരോരുത്തിന്റെയും കഴിവനുസരിച്ചാണ് കൊടുത്തത്. ഒരുത്തിന് 5 താലന്ത്, ഒരുത്തിന് 2 താലന്ത്, ഒരുത്തിന് 1 താലന്ത് കൊടുത്തു. ഇതൊക്കെ നമുക്കറിയാം. 5 താലന്ത് ഉണ്ടായിരുന്നവൻ എന്ത് ചെയ്തു? പോയി 5 കൂടെ ഉണ്ടാക്കി. ഹല്ലേലൂയ. 2 താലന്ത് ഉണ്ടായിരുന്നവൻ എന്ത് ചെയ്തു? 2 കൂടെ ഉണ്ടാക്കി. ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ 1 താലന്ത് ഉണ്ടായിരുന്നവൻ എന്ത് ചെയ്തു? 1 താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനനെ അക്കൗണ്ട് തീർക്കുന്നവരും വന്ന് പറഞ്ഞു, നീ ശ്രദ്ധിക്കണം, ഈ 1 താലന്ത് കിട്ടിയവനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ 5 താലന്ത് കിട്ടിയവൻ 5 കൂടെ ഉണ്ടാക്കി, 2 താലന്ത് കിട്ടിയവൻ 2 കൂടി ഉണ്ടാക്കി. ഹല്ലേലൂയ. അപ്പൊ ഈ താലന്തുകളൊക്കെ എന്താണെന്ന് നമ്മൾ പറയുന്നത് ശരിക്കും? പാട്ട് പാടാനുള്ള കഴിവ്, ഹല്ലേലൂയ, പ്രസംഗിക്കാനുള്ള കഴിവ്, കൃപാവരങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണല്ലോ നമ്മൾ സാധാരണ കേൾക്കുന്നത്. ഹല്ലേലൂയ. നിനക്കുണ്ടായിരുന്ന കർത്താവ് തന്ന കഴിവുകൾ, ആ കഴിവുകളെ നീ 5 കൂടെ വർദ്ധിപ്പിക്കണം, 2 ഉണ്ടായിരുന്നവൻ 2 കൂടെ വർദ്ധിപ്പിക്കണം. ഓക്കെ, നമുക്ക് 1 താലന്ത് കിട്ടിയവന്റെ കേസ് നമുക്കൊന്ന് കാണാം. ഹല്ലേലൂയ. അപ്പൊ 1 താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ എന്താണ് ഇവൻ മനസ്സിലാക്കിയത് ശരിക്കും? ഈ യജമാനൻ എന്താണ് ശരിക്കും? യജമാനൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഹല്ലേലൂയ. അപ്പോ ഇവിടെ ഈ യജമാനന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഹീസ് എ റിയൽ ബിസിനസ് മാൻ. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഈ 1 താലന്ത് കിട്ടിയവൻ പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞോ, അല്ലെങ്കിൽ ആ യജമാനൻ പറഞ്ഞോ ശരിക്കും ഞാൻ അങ്ങനെയുള്ളവനല്ല എന്ന് അവനോട് പറഞ്ഞോ? നോ. ഹല്ലേലൂയ. യജമാനൻ ഞാൻ അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് തിരുത്തിയോ അവനെ? ഇല്ല. അവിടെ ശരിക്കും ഒരു റിയൽ ബിസിനസ് മൈൻഡ് സെറ്റ് നമുക്ക് കാണാൻ സാധിക്കും ആ യജമാനന്റെ. ഹല്ലേലൂയ. അപ്പൊ ഈ 5 താലന്ത് കിട്ടിയവരും ഈ 2 താലന്ത് കിട്ടിയവരും പോയി വ്യാപാരം ചെയ്ത് അത് വർദ്ധിപ്പിക്കാനുള്ള കാരണം എന്താണ് ശരിക്കും? അവരുടെ യജമാനന്റെ റിയൽ നേച്ചർ അവർക്കറിയാം. ഹല്ലേലൂയ. യജമാൻ ഒരു റിയൽ ബിസിനസ് മാൻ ആണ് അറിയാം ശരിക്കും. അതുകൊണ്ടാണ് 5 കിട്ടിയവൻ എന്ത് ചെയ്തു? ഒരു മടിയും കൂടാതെ, കാരണം അവന്റെ യജമാനനെ അവൻ അറിയാം. അവൻ പോയി 5 കൂടെ ഉണ്ടാക്കി. 2 താലന്തുള്ളവൻ എന്ത് ചെയ്തു? 2 കൂടെ ഉണ്ടാക്കി. ഹല്ലേലൂയ. അപ്പൊ ഈ 1 താലന്തുള്ളവൻ ഇത് പറയുമ്പോൾ അവിടെ ആ യജമാനൻ അത് നിഷേധിക്കുന്നില്ല. നിങ്ങൾ ഈ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിനകത്തുള്ള ഈ താലന്തുകളുടെ ഉപമ ഞാൻ ഇന്ന് സംസാരിച്ചതിന് ശേഷം ആഴത്തിൽ നിങ്ങൾ പോയി വീണ്ടും വീണ്ടും വായിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു ശരിക്കും? ആ യജമാനൻ അതല്ല എന്ന് പറയുന്നില്ല. ഓക്കെ, എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു, ഇതാ നിന്റേത്, നീ എടുത്തുകൊള്ളുക. ഹല്ലേലൂയ. അപ്പൊ യജമാനൻ പറയുന്നതാണ്, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തിടത്തു നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്തു നിന്ന് ശേഖരിക്കുന്നവനും ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. ഹല്ലേലൂയ. അവിടെ അങ്ങനെയല്ല എന്ന് പറയുന്നില്ല, അങ്ങനെയാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. അതിന്റെ അടുത്ത വാക്യം ശ്രദ്ധിക്കണം, എന്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്.
ഓക്കെ, അപ്പൊ യേശു കർത്താവ് പറയുവാണ് ശരിക്കും, നീ എന്റെ നാണയം നീ എന്ത് ചെയ്യണമായിരുന്നു? പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ വന്ന് എന്റെ പണം പലിശ സഹിതം വാങ്ങാമായിരുന്നു. ഹല്ലേലൂയ. ഇപ്പൊ ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, യു ഷുഡ് ഹാവ് പുട്ട് മൈ മണി ഓൺ ഡിപ്പോസിറ്റ് വിത്ത് ദ ബാങ്കേഴ്സ്. ബാങ്കിന്റെ കയ്യിൽ നിനക്ക് നിക്ഷേപിക്കാമായിരുന്ന പണം. ഹല്ലേലൂയ. അപ്പൊ ആ ബാങ്കിന്റെ കയ്യിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ആ ബാങ്ക് എന്ത് ചെയ്തേനെ? ആ ഒരു താലന്തിനെ ഇരട്ടിപ്പിച്ചേനെ. കാരണം ആ ബാങ്കിന് എന്തറിയാം? ആ പണത്തെ വർദ്ധിപ്പിക്കാൻ അറിയാം, ആ പണത്തെ ഇരട്ടിപ്പിക്കാൻ അറിയാം, ആ പണത്തിന് ലാഭം ഉണ്ടാക്കാൻ ആ ബാങ്കിന് അറിയാം. ഹല്ലേലൂയ. അപ്പൊ നീ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ വരുമ്പോൾ പലിശ സഹിതം അത് വാങ്ങുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ എന്റെ ചോദ്യം ഇതാണ് ശരിക്കും, എന്റെ ചോദ്യം ഇപ്പൊ ഇങ്ങനെയാണ് ശരിക്കും. അപ്പോ ഈ ഒരു താലന്ത് കിട്ടിയവന്റെ താലന്ത് എന്ന് പറയുന്നത് ഒരു പാട്ട് പാടാനുള്ള കഴിവാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്യാനുള്ള കഴിവാണെന്നിരിക്കട്ടെ. ഓക്കെ, അവൻ എങ്ങനെയാണ് ആ ഒരു താലന്ത് ബാങ്കേഴ്സിന്റെ കയ്യിൽ, പണവ്യാപാരിയുടെ കയ്യിൽ കൊടുക്കാൻ പറ്റുന്നത്? Holy and wonderful Jesus. ഹല്ലേലൂയ. 5 താലന്ത് കിട്ടിയവൻ ശരിക്കും അഞ്ച് കൊണ്ട് വർദ്ധിപ്പിച്ചു. നമ്മൾ പറയുന്നത് ശരിക്കും, ഓക്കെ, എനിക്ക് പാട്ട് പാടാനുള്ള കഴിവ് തന്നു, പ്രസംഗിക്കാനുള്ള കഴിവ് തന്നു, സുവിശേഷം പ്രസംഗിക്കാനുള്ള കഴിവ് തന്നു, കൃപാവരങ്ങൾ തന്നു. ഹല്ലേലൂയ. അപ്പൊ ആ കഴിവുകൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? 5 തന്നു, 5 കൂടെ വാങ്ങിച്ചു, അല്ലെങ്കിൽ നേടി. 2 തന്നു, 2 കൂടെ നേടി. ഹല്ലേലൂയ. അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ശരിക്കും, അങ്ങനെ കൃപാവരത്തിന്റെ കഴിവാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള കഴിവാന്നിരിക്കട്ടെ, ഹല്ലേലൂയ, അങ്ങനെയെങ്കിൽ ആ കഴിവ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ താലന്ത് പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ്, എങ്ങനെയാണ് അത് പണവ്യാപാരികളുടെ അടുക്കൽ നിക്ഷേപിക്കാൻ പറ്റുന്നത്? നമുക്കറിയാം, ആദ്യം താലന്തിന് മുമ്പ് പറഞ്ഞപ്പോൾ കഴിവിനനുസരിച്ചാണ് കൊടുത്തത്. അപ്പൊ ഈ ഒരു താലന്ത് ഉള്ളവൻ ആ പാട്ടുപാടാനുള്ള കഴിവാണെങ്കിലും അവൻ മൂളിപ്പാട്ട് പാടുന്നവനായിരിക്കും ചിലപ്പോൾ. ഹല്ലേലൂയ. കാരണം അവൻ 5 താലന്ത് കൊടുത്തത് കഴിവിനനുസരിച്ചാണല്ലോ. നന്നായിട്ട് പാട്ട് പാടാൻ പറ്റുന്ന അവന് 5 താലന്തുള്ളവൻ, അല്ലെങ്കിൽ നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവന് 1 താലന്താവുമ്പം അവൻ അങ്ങനെ മാത്രം പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു കഴിവില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ആ കഴിവ് ഒരു ബാങ്കറിന്റെ കൈ കൊണ്ട് അവന് കൊടുക്കാൻ പറ്റുന്നത്? ഹല്ലേലൂയ. അത് വർദ്ധിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ അത് കൊടുക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതാണ് ശരിക്കും നിങ്ങൾ ഈ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം ആവർത്തിച്ച് വായിക്കണം, എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് അത് ചോദിക്കണം. ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമോ, ശരിക്കും കർത്താവ് അവിടെ ഉദ്ദേശിച്ചത് ശരിക്കും ആ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പാട്ടുപാടാനുള്ള താലന്തോ, അല്ലെങ്കിൽ എന്ത് പറയുന്നത്, ശരിക്കും പ്രസംഗിക്കാനുള്ള കഴിവോ, കൃപാവരങ്ങളുടെ കഴിവോ അല്ല. നോ നോ, ദ ലോർഡ് ഈസ് അവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും അവന്റെ പണം, ഹിസ് മണി. ഹല്ലേലൂയ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ഉദാഹരണം പറയുവാണെ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ 1 താലന്ത് അവന് ശരിക്കും. അവന് പാട്ട് പാടാൻ കഴിവില്ല, അവന് പ്രസംഗിക്കാൻ കഴിവില്ല, അവന് കൃപാവരങ്ങൾ കഴിവില്ല. അവൻ ആ കൂടിയുള്ള 1 താലന്ത് എന്താണ് ശരിക്കും? ഓട്ടോറിക്ഷ ഓടിക്കാനുള്ള കഴിവാണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഓട്ടോറിക്ഷ ഓടിക്കാനുള്ള ആ കഴിവ്, ഹല്ലേലൂയ, അതിലൂടെ അവൻ എന്ത് കിട്ടുന്നത് ശരിക്കും? അവന് പണം കിട്ടുന്നത് ശരിക്കും. ഓക്കെ, അപ്പൊ കർത്താവ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പണം, ഹല്ലേലൂയ, അതിനകത്തെ ഒരു പോർഷൻ ഓഫ് മണി അവൻ എന്ത് ചെയ്യണം ശരിക്കും? ബാങ്കേഴ്സിന്റെ കയ്യിൽ അത് കൊടുക്കണം. ബാങ്കേഴ്സ് ആരാണ് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പണം ഉപയോഗിച്ച് ദൈവരാജ്യത്തിൽ ആത്മാക്കളെ നേടാൻ കഴിയുന്നവൻ. ഹലോ, ദാറ്റ് ഈസ് ദ ബാങ്കേഴ്സ്. ഞാൻ ഈ കാര്യം പറയുമ്പോൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആഴത്തിൽ പോയി വായിച്ച് പരിശുദ്ധാത്മാവിനോടൊരു അണ്ടർസ്റ്റാൻഡിങ് നേടണം. ഹല്ലേലൂയ. ദിസ് ഈസ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഒരു നേഴ്സ് ഉദാഹരണം പറയുക, ആകെ കൂടെ ആ സഹോദരിക്ക് അറിയാവുന്നത് നേഴ്സിംഗ് ജോലി മാത്രമാണ്. അപ്പൊ നേഴ്സിംഗ് ജോലി ഉപയോഗിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ എങ്ങനെയാണ് ഫർദറൻസ് കൊണ്ടുവരുന്നത്? സോ ഹിയർ ടാലന്റ് ഈസ് ദ നേഴ്സിംഗ്. ആ നേഴ്സിംഗ് എന്ന് പറയുന്നതാണ് ആ താലന്ത്. അപ്പൊ ആ താലന്ത് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഇവിടെ 1 താലന്തുള്ളോട് പറഞ്ഞാൽ, നീ അത് പണവ്യാപാരികളുടെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ അവരതിനെ ഇരട്ടിപ്പിച്ചേനെ. കാരണം ആ ബിസിനസ് അല്ലെങ്കിൽ ബാങ്കേഴ്സിന് ദൈവരാജ്യത്തിനകത്ത് എന്ത് പറയുന്നത്? ആത്മാക്കളെ നേടാൻ അറിയാം. So your money should have been given to them so that they will use that money and bring furtherance in the kingdom of God. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക്, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആ പണം ഉപയോഗിക്കുകയും യജമാനൻ അതിന്റെ റിട്ടേൺ കിട്ടുകയും ചെയ്യാമായിരുന്നു.
ഹല്ലേലൂയ. നിങ്ങൾ ആ വാക്യം ആവർത്തിച്ച് പഠിക്കണം. അതിന്റെ ആഴത്തിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. ദിസ് ഇസ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ്. ഹല്ലേലൂയ. അപ്പൊ അവിടെ പറയുന്നത് ശരിക്കും അവൻ പറയുകയാണ് ശരിക്കും, ഐ വാസ് അഫ്രൈഡ്. ഞാൻ ഭയന്നു. എന്തിനാ അവൻ ഭയന്നത്? അവൻ ചിന്തിച്ചത് എങ്ങനെയാണ് ശരിക്കും, ഞാൻ ഈ പണം കൊടുത്താൽ ഈ ബാങ്കർ അവനല്ലേ അതിന്റെ പ്രയോജനം കിട്ടുന്നത്, എന്റെ യജമാനല്ലേ അത് കിട്ടുന്നത്, ഈ പണം എന്റെ തന്നെ ഇരിക്കട്ടെ എന്ന് അവൻ ചിന്തിച്ചു. ഹല്ലേലൂയ. ഇറ്റ്സ് എ ഗ്രേറ്റ് മിസ്റ്റേക്ക് പ്രിയപ്പെട്ട ദൈവമക്കളെ. നിങ്ങൾക്ക് ചിലപ്പോ സുവിശേഷ വേല ചെയ്യാനോ അല്ലെങ്കിൽ വലിയൊരു ക്രൗഡിനെ ഇമ്പാക്ട് ചെയ്ത് ദൈവരാജ്യത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ദൈവരാജ്യത്തെ വർദ്ധിപ്പിക്കാനോ നിങ്ങൾക്ക് അതിനുള്ള താലന്ത് ഇല്ലായിരിക്കാം. നിങ്ങൾ ഒരു താലന്ത് ഉള്ളവനെ പോലെയാണ് ശരിക്കും. ചിലപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ് നിങ്ങളുടെ താലന്ത്, അല്ലെങ്കിൽ നേഴ്സിംഗ് ജോലിയാണ് നിങ്ങളുടെ താലന്ത്, IT ജോലിയാണ് നിങ്ങളുടെ താലന്ത്. പക്ഷെ ഇവിടെ കർത്താവ് പറയാണ്, നിന്റെ ആ താലന്ത് ഉപയോഗിച്ച് കിട്ടുന്ന ആ മണി യു മസ്റ്റ് ഗിവ് ടു എ ബിസിനസ് പേഴ്സൺ. ആ ബിസിനസ് ആരാണ് ശരിക്കും? ദൈവരാജ്യത്തിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നവർ, ദൈവരാജ്യത്തിന്റെ ഫർദറൻസിന് വേണ്ടി കഴിവുള്ളവർ. അവരെന്ത് ചെയ്യും? നിന്റെ പണം ഉപയോഗിച്ച് ദൈവരാജ്യത്തിന്റെ വർധനവിന് കാരണമാകും. അല്ല, they will use that money to bring the increase of the kingdom of God. ഹല്ലേലൂയ. എല്ലാം ഞാൻ ഈ പറയുന്ന എല്ലാം തന്നെ വാട്ട് എവർ ദ ഹോളി സ്പിരിറ്റ് ഈസ് ആക്ച്വലി എൻലൈറ്റിംഗ് മീ ദീസ് ഡേയ്സ്. ഈ ദിവസങ്ങളിൽ കർത്താവ് എന്റെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ബിക്കോസ് ദിസ് ഈസ് വാട്ട് ദ ലോർഡ് ഈസ് ഡൂയിങ്. ബിക്കോസ് ദർ ഇസ് എ അസൈൻമെന്റ് ഈസ് കമ്മിങ് ഫോർ ദ പ്രസന്റ് ചർച്ച്. ഈ ചർച്ചിന് വേണ്ടി വരും ദിവസങ്ങളിൽ ഒരു വേല കർത്താവ് വെച്ചിട്ടുണ്ട്. ആ വേല ഫുൾഫിൽ ചെയ്യണമെങ്കിൽ യു മസ്റ്റ് ഹാവ് എൻ ഓപ്പൺ ഹാർട്ട്. കർത്താവിന്റെ പ്ലാനിനോട്, കർത്താവിന്റെ പദ്ധതിയോട് നിങ്ങൾ അലൈൻ ചെയ്താൽ മാത്രമേ ശരിക്കും ആ വർക്ക് നടക്കത്തുള്ളൂ. സോ ഗോഡ് ഈസ് ഇൻവൈറ്റിംഗ് ഹിസ് ചിൽഡ്രൻ to follow the spiritual principles. ആത്മീയ നിയമങ്ങൾ അവർ ഫോളോ ചെയ്യണം. എന്തിനു വേണ്ടിയാണെന്നറിയോ? ടു ബ്ലസ് യു. നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം നിങ്ങളെ അനുഗ്രഹിച്ചാലേ കർത്താവിന് ആ വർക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഫൈനാൻസ് മേഖലയ്ക്കകത്ത് ഒരു അനുഗ്രഹം കൊണ്ടുവന്നാൽ മാത്രമേ ഗോഡ് ക്യാൻ ഗെറ്റ് ദാറ്റ് മണി ടു ഡു ദ വർക്ക് ദാറ്റ് ഹി വാണ്ടഡ് ടു ഡു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുകയാണ് ശരിക്കും, ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവും. ഇതൊക്കെ ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് ശരിക്കും. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടെ എടുക്കപ്പെടും. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ്, പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ, അൺപ്രോഫിറ്റബിൾ സെർവൻ, അവൻ എന്താ ചെയ്യേണ്ടത്? പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. നിങ്ങൾ യേശുവേ 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 എന്ന് 10,000 പ്രാവശ്യം വിളിക്കുന്ന അതേ യേശുവാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫ് കൊണ്ട്, നിങ്ങളുടെ ഒരു താലന്ത് കൊണ്ട് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ, ദൈവരാജ്യത്തിന് പ്രയോജനം ഉണ്ടാകുന്നില്ലെങ്കിൽ, നിങ്ങൾ യേശുവേ എന്ന് 10,000 പ്രാവശ്യം ഒരു ദിവസം വിളിക്കുന്ന അതേ യേശു പറയുവാണ്, യു ആർ ആൻ അൺപ്രോഫിറ്റബിൾ സെർവൻ. പ്രയോജനമില്ലാത്ത ഒരു ദാസനാണ് നീ. ഹല്ലേലൂയ. ആ ദാസനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയായി. ഓ ലോർഡ് ജീസസ്, ഐ താങ്ക് യു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് ആരോടൊക്കെയോ സംസാരിക്കുന്നു, എനിക്ക് ഉറപ്പാണ്. കാരണം ദിസ് ഈസ് കമ്മിങ് ഫ്രം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ് ഇത് സംസാരിക്കുന്നത്. സോ യു വാണ്ട് ടു ഗെറ്റ് ദിസ് മെസ്സേജ് ഔട്ട് ടു ദ പീപ്പിൾ. ഹല്ലേലൂയ. ഇന്ന് ആൾക്കാര് എന്ത് പറയുന്ന ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു ശരിക്കും, ദൈവരാജ്യത്തിനകത്ത് പാവങ്ങളായിട്ടുള്ള, നീഡിയായിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോട് പറയുന്നത് ശരിക്കും, ദൈവത്തിന്റെ ഫൈനാൻഷ്യൽ സിസ്റ്റം, ദൈവത്തിന്റെ വർക്ക് ചെയ്യുന്നതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന സിസ്റ്റം. ഹല്ലേലൂയ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ വ്യക്തതയോടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ഇതിന്റെ ഒരു കംപ്ലീറ്റ്നെസ്സിന് വേണ്ടി ഇത് പറഞ്ഞു തീർക്കുമ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഐ നീഡ് 5 more minutes. ജസ്റ്റ് ബി പേഷ്യന്റ് വിത്ത് മീ. കാരണം അല്ലെങ്കിൽ ഐ എം ജസ്റ്റ് നോട്ട് കണക്ടിങ് എവറിത്തിങ് ഫുള്ളി. എല്ലാം കണക്റ്റഡ് ആവുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് പല സംശയങ്ങളൊക്കെ ഉണ്ടാകാം. ഹല്ലേലൂയ. അപ്പൊ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിനകത്ത് ആ ഒരു താലന്തുള്ളവൻ, അവനോട് യേശു പറയുന്നു, നീ ആ താലന്ത് വ്യാപാരികളുടെ കയ്യിൽ കൊടുക്കണം. നിന്റെ ആ ഒരു താലന്ത് ഉപയോഗിച്ചുള്ള പണം നീ ബിസിനസ് ചെയ്യാൻ അറിയാവുന്നവർ, ദൈവരാജ്യത്തിൽ ഇൻക്രീസ് കൊണ്ടുവരാൻ അറിയാവുന്നവരുടെ നീ കൊടുക്കുമ്പോൾ അവര് നിന്റെ പണം ഉപയോഗിച്ച് ബിസിനസ് ചെയ്യും. അതിന്റെ റിവാർഡ് നിനക്ക് കിട്ടും. അല്ലാതെ യേശു പറയുന്നത് ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്നുള്ളത് കൂടെ എടുക്കപ്പെടും. പ്രയോജനരഹിതം, അൺപ്രോഫിറ്റബിൾ സെർവൻ. ഹല്ലേലൂയ. അവന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ വായിച്ചു നോക്കിക്കേ. വിലാപവും പല്ലുകടിയും ഉള്ള സ്ഥലം ഇരുട്ടിലാണ്. അതെവിടാണ്? ഐ ഡോണ്ട് നോ. ഹല്ലേലൂയ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഇൻ ഹെവൻ. സ്വർഗത്തിലാണോ എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവനെ യേശു വിളിക്കുന്നത് ഭൃത്യാന്നാ വിളിക്കുന്നത്. ഹല്ലേലൂയ. സോ ഹി ഈസ് എ ബോൺ അഗെയിൻ ബിലീവർ. അവൻ യേശുവിനെ അനുഗമിക്കുന്നവനാണ്, 10,000 പ്രാവശ്യം ആരാധന കൂടുന്നവനാണ്. അല്ല, പക്ഷെ അവൻ എന്ത് ചെയ്തു? ദൈവരാജ്യത്തിൽ രാജാവ് നോക്കുമ്പോൾ ഹീസ് അൺപ്രോഫിറ്റബിൾ. ഹല്ലേലൂയ. So these are some spiritual principles the Holy Spirit want to make you understand. നിങ്ങളിലേക്ക് ഇത് തരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു ശരിക്കും ഇപ്പൊ ടൈത്തിങ് എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ആദ്യം പറഞ്ഞു.
ഹല്ലേലൂയ. മാമോൻ എന്ന് പറയുന്ന സ്പിരിറ്റിന്റെ ലീഗൽ കവനന്റ് അത് ബ്രേക്ക് ആവുന്നത് ശരിക്കും ടൈത്തിങ്ങിലൂടെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ശരിക്കും ഗോഡ് നീഡ്സ് യുവർ മണി ടു ഫുൾഫിൽ ഹിസ് അസൈൻമെന്റ്സ്. കർത്താവിന്റെ പദ്ധതികൾ ഈ ഭൂമിയിൽ ഫുൾഫിൽ ചെയ്യുവാൻ ഗോഡ് നീഡ്സ് ഹിസ് ചിൽഡ്രൻസ് മണി. ഓക്കെ, ഇനിയും ആ മക്കളിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ സിസ്റ്റത്തിലേക്ക് ദൈവം പണം എടുക്കുന്നതിന് മുമ്പ് ഹി വാണ്ട് ടു ബ്ലെസ് ഹിസ് ചിൽഡ്രൻ. ഹല്ലേലൂയ. ദൈവമക്കളെ ബ്ലെസ് ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ആ ബ്ലെസ് ചെയ്യാനുള്ള കർത്താവിന്റെ സിസ്റ്റമാണ് എന്ത്? ടൈത്തിങ്. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് സംഭവം. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ ടൈത്തിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും സംസാരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ ഉൾപ്പെടെ ഐ വാണ്ട് ടു ക്ലാരിഫൈ ഇറ്റ് ബിക്കോസ് ദിസ് ഈസ് വാട്ട് ദ ഹോളി സ്പിരിറ്റ് വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് ടു യു. ഓക്കെ, ടൈത്തിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ സീഡിങ്. നമ്മളൊരു വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ്. പുതിയ നിയമത്തിനകത്തൊക്കെ അതിനുള്ള അനേക സ്ക്രിപ്ചറുകൾ നിങ്ങൾ ആഴത്തിൽ അത് കേട്ടിട്ടുണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു ഗിവ് യു എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇൻസൈറ്റ് ഇൻ ടു ദാറ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, നിങ്ങൾ ഒരു വിത്ത് വിതച്ചാൽ, നിങ്ങൾക്കൊരു വിത്ത് നിങ്ങളുടെ കയ്യിൽ, ഒരു ചീരയുടെ വിത്ത്, നിങ്ങൾ ആ ചീരയുടെ വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ചീരയുടെ വിത്താണോ കിട്ടുന്നത്, അതോ ആ ചീര മുളച്ച് അതിനകത്തുനിന്ന് ഒരു ഫലമാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? ഇപ്പൊ നമ്മളിപ്പോ ഒരു മാംഗോയുടെ ഒരു സീഡ് ഇട്ടു. അപ്പൊ ആ മാംഗോയുടെ സീഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷിക്കുന്നത് മാംഗോയുടെ സീഡാണോ ഭക്ഷിക്കുന്നത്? അല്ലല്ലോ. മാംഗോ വളർന്ന് അതൊരു മരമായി അതിനകത്തുനിന്ന് എന്ത് ചെയ്യണം? ഒരു ഫലം തിരിച്ചു തരണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ ടൈത്തിങ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ശരിക്കും ഇറ്റ്സ് ലൈക്ക് എ സീഡിങ്, ഒരു വിത്ത് പോലെയാണ്. അപ്പോ ടൈത്ത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഫൈനാൻഷ്യലി ഹി മസ്റ്റ് ഗെറ്റ് എ റിട്ടേൺ. ഓ ലോർഡ് ജീസസ്, ഐ താങ്ക് യു. ഹല്ലേലൂയ. ഉദാഹരണമായിട്ട് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ യേശു പറയുന്നു, കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അമർത്തിക്കുലുക്കി നിറച്ചളർന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. ഹല്ലേലൂയ. 2 Corinthians 50-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം അത് അങ്ങനെ തന്നെയൊന്ന് നിങ്ങൾ പരിശോധിക്കണം. ഹല്ലേലൂയ. അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഹല്ലേലൂയ. അപ്പോ ഈ സീഡിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ടൈത്തിങ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ടാൽ, ഹല്ലേലൂയ, നിങ്ങൾ ഇടുന്നതല്ല, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം. ദാറ്റ്സ് ദ റിയൽ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആത്മീയ മണ്ഡലത്തിനകത്ത്, ക്രിസ്തീയ ഗോളത്തിനകത്ത് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്. കാരണം എന്നറിയോ, അതിനകത്തൊരു സത്യമുണ്ട്, അതിനകത്തൊരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ സീഡിങ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ ഇട്ട സീഡ് മാത്രമല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഒരു മിനിസ്ട്രിക്ക് ഒരു 1000 രൂപ കൊടുത്താൽ 1000 രൂപ തിരിച്ചു കിട്ടുവാണെങ്കിൽ അതെന്താണ്? നിങ്ങൾ ഭക്ഷിക്കുന്ന എന്താണ്? സീഡാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ ആ വിത്താണോ നിങ്ങൾ ഭക്ഷിക്കുന്നത്? അല്ല, ആ വിത്തിനൊരു റിട്ടേൺ ഉണ്ടാകണം. ഹല്ലേലൂയ. 2 മടങ്ങ്, 5 മടങ്ങ്, 10 മടങ്ങ്, എത്രയാകാം. ഉദാഹരണം പറഞ്ഞ ഈ വിതക്കാരുടെ ഉപമ നിങ്ങൾ നോക്കിക്കേ. ഹല്ലേലൂയ. സോ അതുപോലെ തന്നെ ഈ സീഡിങ് ഈസ് എ പ്രിൻസിപ്പിൾ. സീഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്നതല്ല, കർത്താവ് എന്ത് ചെയ്യുന്നു? അത് ബ്ലെസ് ചെയ്ത് അതും പല മടങ്ങാക്കി കർത്താവ് തിരിച്ചു തരും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കർത്താവിന്റെ സിസ്റ്റമാണ് എന്ത്? ടൈത്തിങ്. ആ ടൈത്തിങ്ങിലൂടെ കർത്താവ് എന്ത് ചെയ്യുന്നതും നിങ്ങളുടെ 90% മാത്രമല്ല ബ്ലെസ് ചെയ്യുന്നത്, മറിച്ച് നിങ്ങൾക്ക് തിരിച്ച് കർത്താവ് റിട്ടേൺ തരികയാണ്. ശരിക്കും നിങ്ങളെ ഫൈനാൻഷ്യലി പ്രോസ്പർ ചെയ്യിക്കുകയാണ്. എന്തിനാണ്? ശരിക്കും ഇൻ ഓർഡർ ടു വർക്ക് ടു ഫുൾഫിൽ ഹിസ് വർക്ക്. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ആത്മീയ മണ്ഡലത്തിനകത്ത് പ്രൂവൺ പ്രിൻസിപ്പിൾ ആണ്. ഹല്ലേലൂയ. ഇത് തെളിയിക്കപ്പെട്ടതുള്ളതാണ് ലോകം മുഴുവൻ. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനേകം പേർ, അനേകം ദൈവദാസന്മാർ, അനേകം മിനിസ്ട്രികൾ ഈ ഒരു പ്രിൻസിപ്പിളിനെ കറപ്റ്റ് ചെയ്തു, അവർ മിസ്യൂസ് ചെയ്തു. അവരുടെ ശുശ്രൂഷകൾക്കകത്ത് പറയും, ഹല്ലേലൂയ, രോഗസൗഖ്യം നടക്കണോ, ഓഫറിങ് കൊടുക്കുക, ഡെലിവറൻസ് നടക്കണോ, ഓഫറിങ് കൊടുക്കുക. ഇറ്റ്സ് എ റോങ് പ്രിൻസിപ്പിൾ. ഡോണ്ട് ഡു ദാറ്റ്. ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ശുശ്രൂഷകളുണ്ടെങ്കിൽ, ഡെലിവറൻസ് ഈസ് ഫ്രീ, ഹീലിംഗ് ഈസ് ഫ്രീ, സുവിശേഷം ഫ്രീ ആണ്. ഹല്ലേലൂയ. അത് ഒരിക്കലും നമ്മൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ടൈത്തിങ് ഈസ് എ ഡിഫറെന്റ് പ്രിൻസിപ്പിൾ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വ്യാജ സുവിശേഷകരും വ്യാജ പ്രവാചകന്മാരും ഈ ടൈത്തിങ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെ, അല്ലെങ്കിൽ സീഡിങ് അല്ലെങ്കിൽ ഓഫറിംഗ് എന്ന പ്രിൻസിപ്പിളിനെ കറപ്റ്റ് ചെയ്തു. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ദാറ്റ് പ്രിൻസിപ്പിൾ ഈസ് സ്റ്റോപ്ഡ്, യുവർ ഫൈനാൻസസ് വിൽ ബി ബ്രോക്കൺ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അനേകം പേര് എനിക്കറിയാം. ഹല്ലേലൂയ. ഞാൻ പൈസ കൊടുത്തത് കൊണ്ട് അവൻ റിച്ചായി, അവൻ വളർന്നു, ആ മിനിസ്ട്രി വളർന്നു, ഈ മിനിസ്ട്രി വളർന്നു. എന്തുകൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടായില്ല? എന്തുകൊണ്ട് പ്രയോജനം ഉണ്ടാകാത്തതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് തിങ് ദാറ്റ് യു നീഡ് ടു നോ. സോ സീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വിതയ്ക്കുന്നത് 1000 ആണെങ്കിൽ ഉറപ്പായിട്ടും അത് പല മടങ്ങുകളായിട്ട് തിരികെ വരണം. അതാണ് കറക്റ്റ് സീഡിങ്.
അങ്ങനെ സീഡ് ചെയ്തിട്ട് വർഷങ്ങളായിട്ട് നിങ്ങൾ വിതച്ചിട്ട് നിങ്ങൾക്ക് ഫൈനാൻസ് മേഖലയ്ക്കകത്ത് ഒരു പുരോഗതി ഉണ്ടാകുന്നില്ലെങ്കിൽ, പ്രോസ്പെരിറ്റി ഉണ്ടാകുന്നില്ലെങ്കിൽ, there is a problem, there is a mistake you are doing. ആ മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, വണ്ടർഫുൾ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. അപ്പോൾ സീഡിങ് ഇസ് എ പ്രിൻസിപ്പിൾ. ഞാൻ പറഞ്ഞു, ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ ആ വിത്തല്ല നമ്മൾ ഭക്ഷിക്കുന്നത്, ആ വിത്ത് വളർന്ന് മരമായി അതിനകത്തുനിന്ന് നമ്മൾ റിട്ടേൺസ് എടുക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ശരിക്കും ദൈവരാജ്യത്തിൽ ഒരു വ്യക്തി വിതച്ചാൽ ആ വിതയ്ക്കുന്നതല്ല അവന് തിരിച്ചു കിട്ടുന്നത്. ഇപ്പൊ എനിക്ക് $2000 ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ യു മസ്റ്റ് ഡെഫിനറ്റ്ലി ഗെറ്റ് $4000 ഇൻ റിട്ടേൺ. അതാണ് കറക്റ്റ് സീഡിങ്. അല്ലല്ലേ, കറക്റ്റ് ആയിട്ടുള്ള ഒരു വിത്താണെങ്കിൽ ശരിക്കും യു മസ്റ്റ് ഗെറ്റ് എ റിട്ടേൺ. അല്ലല്ലേ. അപ്പൊ ഇത് ശരിക്കും ആൾക്കാർ മിസ്യൂസ് ചെയ്ത് ശരിക്കും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നീടെ 1 ഇട്ടാൽ 10, 10 ഇട്ടാൽ 10,000, 10,000 ഇട്ടാൽ 1,00,000, അങ്ങനെ പറഞ്ഞ് ഇത് മിസ്യൂസ് ചെയ്തത് മുഖാന്തരം ഒരു റിയൽ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ ആണ് ശരിക്കും, ദൈവരാജ്യത്തിന്റെ ഒരു നിയമമാണ് ശരിക്കും കറക്റ്റ് ചെയ്യപ്പെട്ടു പോയത്. ഹല്ലേലൂയ. അപ്പോ ഇന്ന് ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഇതാണ് ശരിക്കും, നിങ്ങൾ വിതച്ചിട്ടും നിങ്ങൾ ടൈത്തിങ് കൊടുത്തിട്ടും നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് നിങ്ങൾക്ക് അഭിവൃദ്ധിയില്ലെങ്കിൽ, നിങ്ങൾക്ക് റിട്ടേണുകൾ ലഭിക്കുന്നില്ലെങ്കിൽ, ചില ആൾക്കാർ പറയും, ബ്രദറെ ഞാൻ എൻ്റെ ഈ മിനിസ്ട്രിക്ക് 10 വർഷമായിട്ട് മിനിസ്ട്രിക്ക് ഞാൻ ടൈത്തിങ് കൊടുത്തുകൊണ്ടിരിക്കുക, പക്ഷെ എൻ്റെ സാമ്പത്തിക മേഖലയ്ക്കകത്തൊന്നും എനിക്ക് ഒരു റിട്ടേണും കിട്ടുന്നില്ല. ദർ ഇസ് സം പ്രോബ്ലം. ആ പ്രോബ്ലം എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. വാട്ട് ഈസ് ഹാപ്പനിങ്? വൈ യു ആർ നോട്ട് ഗെറ്റിംഗ് റിട്ടേൺ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ച് റിട്ടേൺ കിട്ടാത്തത്? കാരണം സീഡിങ് പ്രിൻസിപ്പിൾ പ്രകാരം നിങ്ങൾ വിതച്ചാൽ ഉറപ്പായിട്ടും ആ വിതയ്ക്കുന്നത് മാത്രമല്ല, അതിനൊരു റിട്ടേൺ കിട്ടണം. 1000 കൊടുത്താൽ അതിന് മുകളിൽ നിങ്ങൾക്ക് തിരിച്ച് കർത്താവ് റിട്ടേൺ തരും. ഹല്ലേലൂയ. അത് കർത്താവിന്റെ സിസ്റ്റമാണ്. കാരണം കർത്താവ് ആർക്കും കടക്കാരനല്ല. അപ്പൊ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് 3 മെയിൻ റീസൺസ് എന്തുകൊണ്ടാണ് നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങളുടെ ചർച്ചുകൾക്കും പാസ്റ്റർമാർക്കും ഒക്കെ മിനിസ്ട്രികൾക്കും ഒക്കെ ടൈത്ത് അല്ലെങ്കിൽ ഓഫറിംഗ് കൊടുത്തിട്ട് നിങ്ങൾക്കൊരു റിട്ടേൺ ലഭിക്കാത്തതിന്റെ കാര്യം എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻസ് മേഖല ശരിയാകുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്നാണ് ശരിക്കും ഞാൻ പറയുന്നത്. ഇതോടെ പറഞ്ഞിട്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയവുമായി സംബന്ധിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. അടുത്ത പ്രാവശ്യത്തെ ശുശ്രൂഷയ്ക്കകത്ത് അത് ഞാൻ ക്ലാരിഫൈ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സംഭവം ഇതാണ് ശരിക്കും, നിങ്ങൾ ടൈത്ത് ചെയ്തിട്ടും നിങ്ങൾ ദശാംശം കൊടുത്തിട്ടും നിങ്ങൾ ഓഫറിങ്ങുകൾ കൊടുത്തിട്ടും നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് അഭിവൃദ്ധി കിട്ടുന്നില്ലെങ്കിൽ, പുരോഗതി കിട്ടുന്നില്ലെങ്കിൽ, അതിനകത്ത് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നില്ലെങ്കിൽ, there is a 3 reasons, 3 reasons ഉണ്ട്, 3 കാരണങ്ങളുണ്ട്. ഓക്കെ, നമ്പർ 1 റീസൺ, ലിസൺ ടു മീ വെരി കെയർഫുള്ളി. നമ്പർ 1 റീസൺ എന്താണ് ശരിക്കും? യു ആർ ഗിവിംഗ് ദ ടൈത്ത് ടു എ റോങ് പേഴ്സൺ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ആത്മീയ കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ വിതയ്ക്കുന്ന സ്ഥലം ശരിയല്ല. ഉദാഹരണം പറഞ്ഞ വിതക്കാരന്റെ ഉപമ എടുത്തേ. നിങ്ങൾ വിതക്കാരൻ വിതച്ചപ്പോൾ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, ചിലത് കല്ലുകൾക്കിടയിൽ വീണു, ചിലത് വഴിയരികിൽ വീണു, പക്ഷെ ചിലത് എന്ത് ചെയ്തു? നല്ല നിലത്ത് വീണു. അപ്പൊ നല്ല നിലത്ത് വീഴണം. സോ വെൻ യു സോ എ സീഡ് അല്ലെങ്കിൽ വെൻ യു ഗിവ്, ഇറ്റ് ഹാസ് ടു ഗോ ടു ദ റൈറ്റ് പേഴ്സൺ. ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്, ഹല്ലേലൂയ. നമുക്കറിയാം ഹെബ്രായർക്ക് ലേഖനം 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, ചെറിയവൻ വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു. ഇത് ഞാനത് ഓടിച്ചുവിടാനുള്ള കാര്യം, ഇതൊന്ന് പറഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ മെസ്സേജ് ഫിനിഷ് ആവത്തില്ല. കാരണം ഐ നീഡ് ടു അപ്ലോഡ് ദിസ് വീഡിയോ into the social media. അല്ലല്ല, അപ്പൊ അതിന്റെ ഒരു കംപ്ലീറ്റ്നെസ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് 1-2 മിനിറ്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ് ശരിക്കും. ഹല്ലേലൂയ. അപ്പൊ ചെറിയവൻ വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു. അതൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ആണ് ശരിക്കും. ഹെബ്രായർക്ക് ലേഖനം 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, അവിടെ മെൽക്കിസദേക്ക് എന്ന് പറയുന്ന വലിയവൻ അബ്രഹാം എന്ന് പറയുന്ന ചെറിയവനെ അനുഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ചെറിയവനായ അബ്രഹാം മെൽക്കിസദേക്കിലൂടെ എന്ത് ചെയ്യപ്പെടുന്നു? അനുഗ്രഹിക്കപ്പെടുന്നു. ഇറ്റ്സ് എ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ. അപ്പോൾ ഞാൻ ടൈത്തിങ് കൊടുത്തിട്ടും ഞാൻ ദശാംശം കൊടുത്തിട്ടും ദൈവരാജ്യത്തിൽ വിതച്ചിട്ടും ഓഫറിങ്ങുകൾ കൊടുത്തിട്ടും എനിക്ക് അതിനകത്ത് റിട്ടേൺ ലഭിക്കുന്നില്ലെങ്കിൽ, ദ ഫസ്റ്റ് റീസൺ ഈസ് യു ആർ പുട്ടിങ് യുവർ സീഡ് ഇൻ എ റോങ് പ്ലേസ്. ഹല്ലേലൂയ. അതിന് ഒന്നാമത്തെ കാര്യം, ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. കാരണം കർത്താവിന്റെ മക്കൾ ഇതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ അറിവുള്ളവരാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ബിക്കോസ് ഹി വാണ്ട് ടു ബ്ലെസ് ഹിസ് ചിൽഡ്രൻ. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ കാര്യം, യു ആർ പുട്ടിങ് യുവർ മണി ഇൻ എ റോങ് പ്ലേസ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു സ്റ്റോപ്പ് ആൻഡ് ആസ്ക് ദ ഹോളി സ്പിരിറ്റ്, ഈ ഞാൻ ഇടുന്ന ദശാംശം, ഈ ഞാൻ കൊടുക്കുന്നത് കറക്റ്റ് സ്ഥലത്താണോ? ഹല്ലേലൂയ. കറക്റ്റ് സ്ഥലത്താണെങ്കിൽ 100%, 100% ഐ വിൽ ടെൽ യു, യു വിൽ ഗെറ്റ് എ റിട്ടേൺ. നിങ്ങളുടെ ഫൈനാൻസ് മേഖലയ്ക്കകത്ത്
ആ ഒരു 90% ബ്ലസ് മാത്രമല്ല, there will be a return. Definitely there will be a return. It's a proven principle all over the world. You ask any true servant of God, it is a real principle. If you seed at the right place, you must get a return. Hallelujah. 1000 കൊടുത്താൽ അതിന് മുകളിൽ ഒരു തിരികെ വരവ് ഉണ്ടാകണം. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിനകത്ത് ഞാൻ ശരിക്കും ഒത്തിരി കാര്യങ്ങളുണ്ട്, അടുത്ത പ്രാവശ്യത്തെ ലൈവ് ശുശ്രൂഷിക്കകത്ത് പറയാം ശരിക്കും. ഹല്ലേലൂയ. സോ പ്ലീസ് ചെക്ക് വെദർ യു ആർ ഗിവിംഗ് ടു എ റൈറ്റ് പേഴ്സൺ. ശരിയായിട്ടുള്ള ഒരു വ്യക്തിക്കാണോ നിങ്ങൾ കൊടുക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനകത്ത് എൻലൈറ്റൻ ചെയ്യും. ഹല്ലേലൂയ. ഉറപ്പായിട്ടും. ഐ എം ഷുവർ. ഹല്ലേലൂയ. അപ്പൊ രണ്ടാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നില്ല, ടൈറ്റ് ചെയ്തിട്ടും കിട്ടുന്നില്ലെങ്കിൽ ഒന്നാമത്തെ കാരണം നിങ്ങൾ ഇടുന്ന സ്ഥലം ശരിയല്ല. ഒന്ന്. രണ്ടാമത്തെ കാരണം, ഇനി അങ്ങനെ ഇടുന്ന സ്ഥലം ശരിയാണെന്നിരിക്കട്ടെ, പരിശുദ്ധാത്മാവ് പറയുവാണ് ഇത് തന്നെയാണ് നിങ്ങൾ ഇടുന്ന സ്ഥലം ശരിയാണ് എന്ന് പറയുന്നതിരിക്കട്ടെ, എങ്കിൽ രണ്ടാമത്തെ ചെക്ക് പോയിന്റ് ചെക്ക് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുക. നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പരിശോധിക്കുക. ആ കൊടുക്കുന്നത് എന്തെങ്കിലും ഭയം കൊണ്ടാണോ, അല്ലെങ്കിൽ തിരികെ ഒരു റിട്ടേൺ കിട്ടാൻ വേണ്ടിയാണോ, പൈസ എനിക്ക് 1000 വിട്ട 10000 കിട്ടണം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയോടുകൂടിയാണോ നിങ്ങൾ കൊടുക്കുന്നത്? അതോ നിങ്ങൾ ഒരു ചിയർഫുൾ ഹാർട്ടായിട്ട് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണോ കൊടുക്കുന്നത് എന്ന് ഹൃദയത്തെ പരിശോധിക്കുക. ഹല്ലേലൂയ. ഒന്നാമത്തെ കേസ് എന്താണ്? ശരിക്കും കറക്റ്റ് ആൾക്കാണോ കൊടുക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുക. ഇനി കറക്റ്റ് ആൾക്കാണ് കർത്താവ് കൊടുക്കുന്നത് എന്ന് പറയുവാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുക. ഹല്ലേലൂയ. ഹൃദയത്തെ പരിശോധിക്കുക. ഞാൻ ഈ കൊടുക്കുന്നത് പേടിച്ചിട്ടാണോ, അയ്യോ എന്റെ 90% പോകരുത് എന്നുള്ള പേടി കൊണ്ടാണോ, ഹല്ലേലൂയ, അല്ലെ എന്നെ സാമ്പത്തിക മേഖലക്കകത്ത് എനിക്ക് പ്രശ്നമൊന്നും വരരുത് എന്നുള്ള ഒരു ഭയം കൊണ്ടാണോ കൊടുക്കുന്നത്? അത് ചെക്ക് ചെയ്യണം നിങ്ങളുടെ ഹൃദയത്തെ. അതോ യു ആർ എ ചിയർഫുൾ ഗിവർ ആണോ? സന്തോഷത്തോടെയാണോ കൊടുക്കുന്നത്? കർത്താവിന് വേണ്ടി വളരെ സന്തോഷത്തോടെ കൊടുക്കുന്നത്. കർത്താവിന്റെ വചനം പറയുന്നു, ഗോഡ് ലവ്സ് എ ചിയർഫുൾ ഗിവർ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ കർത്താവ് ശരിക്കും സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെനി ഓഫ് യു ആർ ഡൂയിങ് ദിസ് മിസ്റ്റേക്ക്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ടൈത്തിനെ ഡു നോട്ട് ഡിവൈഡ് യുവർ ടൈത്ത് ആൻഡ് ഗിവ് ടു മെനി മിനിസ്ട്രീസ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം, ഓക്കെ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 50000 രൂപ എന്നിരിക്കട്ടെ. അതിന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? ശരിക്കും 5000 രൂപ. നിങ്ങൾ ഈ 5000 രൂപയെ 1000 രൂപ, 2000 രൂപ, 2000 രൂപയെ ഡിവൈഡ് ചെയ്ത് 3 വ്യത്യസ്തകൾ കൊടുത്തു കഴിഞ്ഞാൽ റോങ് പ്രിൻസിപ്പിൾ. ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾ ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ ആ വിത്തിനെ നിങ്ങൾ ഒടിച്ചിട്ട് ഒരു വിത്ത് ഇവിടെ, ഒരു വിത്ത് ഇവിടെ, അങ്ങനെയാണോ ഇടുന്നത്? നോ, ഡോണ്ട് ഡു ദാറ്റ് റോങ് തിങ്സ്. ഹല്ലേലൂയ. വെൻ യു ഗിവ് ദ സീഡ്, ഫുള്ളി ഗിവ്. ഹല്ലേലൂയ. ദൈവമക്കൾ ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്കകത്ത് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടാത്തത്? അനേകം വ്യക്തികൾ എനിക്കറിയാം, പെന്റക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ള വ്യക്തികൾ. നിങ്ങളുടെ കുഞ്ഞുനാളിലേ മൊത്തം നിങ്ങളെ പഠിപ്പിക്കുന്ന സംഭവമാണ് ശരിക്കും എന്ത്? ടൈത്തിങ്. ഞാനൊരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിയാണ്. ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരു പൊട്ട ബുദ്ധി പോലും എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ ശരിയാണ് ശരിക്കും. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുനാളിലങ്ങ് എന്റെ പേരൻസ് ഒന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ. ആരും എനിക്കിങ്ങനെ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞു തന്നിട്ടില്ല. അൺടിൽ ദ ഇയർ ഓഫ് 2019, 2 വർഷങ്ങൾക്ക് മുമ്പാണ് ശരിക്കും ഈ ടൈത്തിങ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ. ഞാൻ 2007 ബോൺ അഗെയിൻ ആയതാണ്. ഹല്ലേലൂയ. 2018 ഏപ്രിൽ മാസത്തിൽ ഞാൻ എന്റെ കമ്പനി 15 വർഷം IT മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ട് വിടുമ്പോൾ ഐ വാസ് ഫൈനാൻഷ്യലി ബ്രോക്കൺ. നെവർ ഐ പ്രോസ്പർ ഫൈനാൻഷ്യലി. ഒരു വർഷം ജോയിൽ ഗ്ലോറിയ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെങ്കിൽ ഗ്ലോറിയ അഡ്മിറ്റ് ആവും, ജെസിക്ക അഡ്മിറ്റ് ആവും. 3 പേരും കൂടെ ഒരുമിച്ച് മൈ മണി വാസ് ജസ്റ്റ് ഫ്ലോയിങ് ജസ്റ്റ് ലൈക്ക് എനിത്തിങ്. ഒന്നും നിൽക്കത്തില്ല. ഹല്ലേലൂയ. ബിക്കോസ് ഐ നെവർ പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ടൈത്തിങ്. എനിക്ക് അറിയില്ലായിരുന്നു ശരിക്കും. ഹല്ലേലൂയ. 2018 ഈ ഹൃദയത്തിന്റെ ഹാർട്ടിന്റെ ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ശരിക്കും തിരിഞ്ഞു നോക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ആ സമയത്താണ് ശരിക്കും യു ഹാവ് ബീൻ പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾ. യു റോബ്ഡ് മൈ മണി. നീ എന്റെ പണത്തെ ശരിക്കും മോഷ്ടിച്ചു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ട്. അത് മോഷ്ടിച്ചതെല്ലാം തിരികെ കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ സംസാരിക്കുക എന്താന്ന്, ഇതെല്ലാം ആത്മീയ പ്രിൻസിപ്പിൾസ് ആണ്. നിങ്ങളുടെ സാമ്പത്തികം, പ്രിയപ്പെട്ട ദൈവമക്കളെ, മാരേജ് ശരിയാകാൻ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, രക്ഷ പ്രാപിക്കാൻ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, പാപമോചനം നടക്കാൻ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. സാമ്പത്തികം ശരിയാകാനുള്ള ഒറ്റ പ്രിൻസിപ്പിളേ ഉള്ളൂ, ദാറ്റ് ഈസ് ഗിവിംഗ്. നോ അതർ വേ. നോ. 10000 പ്രാവശ്യം 365 ദിവസവും യേശുവിനെ വിളിച്ച് കരഞ്ഞാലും നിങ്ങളുടെ ഫൈനാൻസ് മേഖലയ്ക്കകത്ത് നിങ്ങൾക്ക് എന്താ പറഞ്ഞ ബ്ലെസ്സിങ്ങും പ്രോസ്പെരിറ്റികളും ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബിക്കോസ് ഗോഡ് ഡസന്റ് വയലേറ്റ് ഹിസ് സിസ്റ്റം. ഹല്ലേലൂയ. അതിനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഗിവിംഗ്.
അതുകൊണ്ടാണ് യേശു കർത്താവ് പുതിയ നിയമത്തിൽ പറഞ്ഞത്, അവിടെ നാണയത്തൊട്ടുകൾ ഇടുമ്പോൾ, ഭണ്ഡാരത്തിൽ ഇടുമ്പോൾ, അത് ഈവൻ പാവപ്പെട്ടവർ പോലും പണമില്ല, എനിക്ക് പണമില്ല, ഇല്ലാത്തതിനകത്തുനിന്ന് നിങ്ങൾ കൊടുക്കണം. കർത്താവിന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞില്ലേ, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടെ എടുക്കപ്പെടും. സോ ദർ ഇസ് എ ഗ്രേറ്റ് പ്രിൻസിപ്പിൾ ഇൻ ഇറ്റ്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു കൺക്ലൂഡ്, ഐ ഡോണ്ട് വാണ്ട് ടു ഹോൾഡ് ബാക്ക് യു. അല്ലടി, അപ്പോ നിങ്ങളുടെ സീഡിങ്ങിനകത്ത്, നിങ്ങളുടെ വിതയ്ക്കുന്നതിനകത്ത് നിങ്ങൾക്ക് റിട്ടേൺ ഇല്ലെങ്കിൽ അതിനുള്ള 3 പ്രത്യേക കാരണങ്ങളാണ് ശരിക്കും ഞാൻ പറഞ്ഞത്. ശരിക്കും ഒന്നാമത്തെ സംഭവം എന്താണ്? ശരിക്കും യു ആർ ഗിവിംഗ് ടു എ റോങ് പേഴ്സൺ. നമ്പർ 2 എന്താണ്? ശരിക്കും നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പരിശോധിക്കുക. അല്ലല്ലേ. മൂന്നാമതാണ് ശരിക്കും നിങ്ങളുടെ ടൈത്തിനെ, നിങ്ങളുടെ ഓഫറിങ്ങുകളെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. ഗിവ് ഇറ്റ് ടു 1%, അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ, ആ ടൈത്ത് കൊടുക്കുമ്പോൾ ആർക്കാണോ കൊടുക്കുന്നത് അത് ഫുള്ളി കൊടുക്കുക, അതിനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ പല വ്യക്തികളും തെറ്റായിട്ട് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആണ് ശരിക്കും ആ ടൈത്ത് എടുത്തുകൊണ്ട് പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യും. നോ, അത് ചാരിറ്റി വർക്കാണ്. ആ ചാരിറ്റി വർക്ക് നിങ്ങളുടെ 90% നിന്നുള്ള പൈസ എടുത്ത് വേണം ചെയ്യാൻ. The 10% has to go to the work of God. ഇപ്പം അബ്രഹാം മെൽക്കിസദേക്കിന് കൊടുക്കുമ്പോൾ പാവപ്പെട്ടവനാണ് കൊടുത്തത്. അതുകൊണ്ടാണ് ആ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത പ്രാവശ്യം നിങ്ങളോട് സംസാരിക്കാം. വലിയവനാൽ താഴെയുള്ളവൻ അനുഗ്രഹിക്കപ്പെടുന്നു. അല്ല, മുകളിലുള്ള നിങ്ങളുടെ ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തിയാണ് ശരിക്കും നിങ്ങളെ താഴെയുള്ളവനെ ബ്ലെസ് ചെയ്യേണ്ടത്. ഭയങ്കര ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ആണ് ശരിക്കും, ആത്മീയ പ്രിൻസിപ്പിൾ ആണ് ശരിക്കും. അത് ഞാൻ അടുത്ത പ്രാവശ്യം നിങ്ങളോട് സംസാരിക്കാം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓടിച്ച് ഞാൻ പറഞ്ഞു, ദയവേത് ഞാൻ ഈ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ കാണണം, ഒന്നുകൂടെ കേൾക്കണം. എന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ഹല്ലേലൂയ. പ്ലീസ് ഡു നോട്ട് ട്രൈ ടു മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ നിങ്ങൾ എന്തെങ്കിലും പണം കിട്ടാനോ പരിപാടികളൊക്കെ അല്ല. ഈ വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾക്കകത്ത് എന്നെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, നിങ്ങളോട് ആത്മീയ പ്രിൻസിപ്പിളുകൾ നിങ്ങളോട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, സൂം മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു നോർമൽ ശുശ്രൂഷയല്ല. ഇവിടെ റിയൽ ക്രിസ്ത്യൻ ലൈഫ്, പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് വ്യക്തികൾ ലീഡ് ചെയ്യാൻ വേണ്ടി അവരെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സർവീസാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊരു സാധാരണ യേശുവെ വിശ്വാസം അങ്ങനെ ടോപ്പിക്കുകളുമായിട്ട് ഈ ശുശ്രൂഷയ്ക്കകത്ത് വരുന്നില്ല. I'll be coming with some serious stuff. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, വളരെ യേശു കർത്താവ് ഈ അവസാന നാളുകളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിന്റെ മക്കളെ പ്രിപ്പയർ ചെയ്യുന്ന രീതികൾ, അതുമായിട്ട് ബന്ധപ്പെടുന്ന മെസ്സേജുകളാണ് ശരിക്കും ഐ വാണ്ട് ടു പ്രസന്റ് ടു യു ഇൻ ദ സൂം മീറ്റിംഗ്. ചിലപ്പോൾ ഇത് ഐ ഡോണ്ട് നോ, ഐ ജസ്റ്റ് വാണ്ട് ടു പ്രസന്റ് ടു യു വാട്ട് എവർ ദ ഹോളി സ്പിരിറ്റ് ഈസ് ടീച്ചിങ് മീ ഇൻ ദീസ് ഡേയ്സ്. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സന്ദേശങ്ങളോ ഇങ്ങനെയുള്ള ഒരു ടീച്ചിങ്ങുകളോ വേറെ ആരും നിങ്ങളോട് ചിലപ്പോൾ പറഞ്ഞു തരാൻ സാധ്യതയില്ല. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ടീച്ചിങ്ങുകൾ നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഹിയർ ഇറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് അതിന്റെ എൻലൈറ്റ്മെന്റ് തരേണ്ടത്. പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കേണ്ടത്. ഉറപ്പായിട്ടും ഐ എം ഷുവർ ദിസ് ഈസ് കമ്മിങ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. ദിസ് മോർണിംഗ് ഓൾസോ, ഇന്ന് രാവിലെയും കൂടെ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഈ വിഷയത്തിനകത്ത് എനിക്ക് തരുന്ന എൻലൈറ്റ്മെന്റ് ആണ് ശരിക്കും. സോ ഐ ജസ്റ്റ് വാണ്ട് ടു പ്രസന്റ് ദിസ് ടു യു. ഹല്ലേലൂയ. വെരി ഇമ്പോർട്ടന്റ്. ഇത് ഈ ടൈത്തിങ് അല്ലെങ്കിൽ ഓഫറിങ്, ഈ ദൈവരാജ്യത്തിന്റെ വർക്കിനകത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ട നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം, ഗോഡ് ഡു നോട്ട് വാണ്ട് ടു സ്റ്റീൽ യുവർ മണി, ഹി വാണ്ട് ടു ബ്ലെസ് യു. പക്ഷെ ദൈവത്തിന്റെ ബ്ലെസ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം വിട്ട് ദൈവം കളിക്കത്തില്ല. നോ, ഹി വിൽ നെവർ മൂവ്. അല്ലേ? അങ്ങനെ കളിക്കുമായിരുന്നെങ്കിൽ എന്റെയൊക്കെ ഞാനൊക്കെ എന്ന് രക്ഷപ്പെട്ടു പോയനെ. ഹല്ലേലൂയ. സോ ഗോഡ് ഈസ് ഈവൻ ടീച്ചിങ് മീ. എന്നെയും കർത്താവ് പഠിപ്പിക്കുകയാണ് ശരിക്കും. എന്നെ ആരും ഇത് കുഞ്ഞിലെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ പെന്റക്കോസ്റ്റൽ ടീച്ചിങ്ങിനകത്തൊന്നും ഇങ്ങനെ ടൈത്തിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും തലമണ്ടയ്ക്കകത്തോട്ട് കയറിയിട്ടില്ല. ഹല്ലേലൂയ. സോ വെൻ ഐ വാസ് ലീവിങ് ആഫ്റ്റർ 15 years വർക്കിംഗ് ഇൻ സിംഗപ്പൂർ, ഐ വാസ് ബ്രോക്കൺ, റിയലി ബ്രോക്കൺ. ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു ഹൈഡ് എനിത്തിങ്. ഒന്നും മറച്ചു വെക്കാനുള്ള കാര്യമില്ല. ഹല്ലേലൂയ. പക്ഷേ വെൻ ഐ സ്റ്റാർട്ടഡ് ടു ഫോളോ സിൻസ് 2019, slowly I can see a change happening. ഹല്ലേലൂയ. ആ കർത്താവിന്റെ ആ സിസ്റ്റത്തിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ, ആ സ്പിരിച്വൽ പ്രിൻസിപ്പിളിനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ, സ്ലോലി ഹി ഈസ് ബ്രിങ്ങിങ് മീ ഔട്ട് ഓഫ് ദറ്റ് പ്രോബ്ലം. വലിയൊരു മെസ്സായിരുന്നു, ഒരു കുഴിക്കകത്തായിരുന്നു ഞാൻ ഫൈനാൻഷ്യൽ മേഖലയുടെ ഏരിയക്കകത്ത്, വലിയൊരു കുഴിക്കകത്ത്. പതിയെ കർത്താവ് ഇപ്പോൾ എന്നെ അതിനകത്തുനിന്ന്, ഐ ഹാവൻ ഫുള്ളി റിക്കവർഡ് ഇറ്റ്, ബട്ട് സ്റ്റിൽ സ്ലോലി ദ ലോർഡ് ഈസ് ടീച്ചിങ് മീ. ഐ നോ ദ ലോർഡ് വർക്കിംഗ് മെക്കാനിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഞാൻ അല്പം സ്പീഡിലാണ് പറഞ്ഞു പോയതെങ്കിലും പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വാണ്ട് ടു അപ്ലോഡ് ദിസ് മെസ്സേജ് ഇൻ ടു ദ സോഷ്യൽ മീഡിയ. അപ്പം ഒരു കംപ്ലീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് ശരിക്കും ഓടിച്ചു പറഞ്ഞു പോയത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ദയവ് നിങ്ങൾ വീണ്ടും കാണാനും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിക്കണം. ഹല്ലേലൂയ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഫൈനാൻസ് മേഖലയുടെ ബ്രോക്കൺനെസ് തകർച്ച മാറുവാൻ ഒരൊറ്റ പ്രിൻസിപ്പിളേ ഉള്ളൂ, ദാറ്റ് ഈസ് ഗിവിംഗ്, ടൈത്തിങ്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ വിതയ്ക്കുക. ദാറ്റ്സ് ദ ഓൺലി പ്രിൻസിപ്പിൾ. ഐ എം 100% ഷുവർ നിങ്ങൾ വിതയ്ക്കുന്നത് കറക്റ്റ് സ്ഥലത്താണെങ്കിൽ, നിങ്ങൾ വിതയ്ക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ എന്ത് പറഞ്ഞ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഓഫ് യുവർ ഹാർട്ട് ഈസ് കറക്റ്റ്. ആൻഡ് ഇഫ് യു ഫോളോ ദ പ്രിൻസിപ്പിൾ, ഡു നോട്ട് ബ്രേക്ക് ഇറ്റ്. നിങ്ങളുടെ ആ ടൈത്തിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല.
ഹല്ലേലൂയ. അപ്പൊ അതുപോലെ തന്നെ ആ ടൈത്ത് എടുത്ത് പാവങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. നോ, ദാറ്റ് ഇസ് നോട്ട് ദ പ്രിൻസിപ്പിൾ ഓഫ് ടൈത്തിങ്. ഹല്ലേലൂയ. മെൽക്കിസദേക്കിനെ മുഖാന്തരം ആരെന്ത് ചെയ്തു? അനുഗ്രഹം അബ്രാഹത്തിലേക്ക് വന്നു. അതായത് ഉയർന്ന ലെവലിലുള്ള ഒരുവന് വേണം നിങ്ങൾ ടൈത്ത് കൊടുക്കാൻ. ആ ഉയർന്ന ലെവലിൽ നിന്നാണ് ശരിക്കും ആ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നത്. ഇറ്റ്സ് വെരി പ്രിൻസിപ്പിൾ. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നിങ്ങൾ പരിശോധിക്കാൻ മറന്നുപോലെ അതാണ് ആ പ്രിൻസിപ്പിൾ. ഹല്ലേലൂയ. ഉയർന്നവനാണ് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളില്ലാത്ത ഒരു പാസ്റ്റർ, എക്സാമ്പിൾ, ഒരു സുവിശേഷകൻ, മക്കളില്ല അദ്ദേഹത്തിന്, ഒന്ന് ചിന്തിക്കട്ടെ, അദ്ദേഹം മക്കളില്ലാത്ത ഒരു വ്യക്തി അദ്ദേഹത്തിന് മുമ്പിലേക്ക് കടന്നു വന്ന് അദ്ദേഹത്തിന് എങ്ങനെ ആ ഗ്രേസ് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. സോ വാട്ട് എവർ ദാറ്റ് സംബഡി ഈസ് ഹയർ ദാൻ യു, സംബഡി ഹു ഈസ് ഗ്രേസ്ഡ് എബോവ് യു, ആ വ്യക്തി വേണം നിങ്ങളെ അനുഗ്രഹിക്കാൻ. ആ വ്യക്തിയിലൂടെ, അതാണ് സ്പിരിച്വൽ പ്രിൻസിപ്പിൾ. ഹെബ്രായർക്ക് ലേഖനം ശരിക്കും 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, വലിയവനാൽ ചെറിയവൻ അനുഗ്രഹിക്കപ്പെടുന്നു. അതാണ് ടൈത്തിങ്ങിന്റെ പ്രിൻസിപ്പിൾ. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ കൃപയുള്ളവൻ, കർത്താവിന്റെ ഗ്രേസ് ലഭിച്ചവൻ, ആത്മീയ മണ്ഡലത്തിൽ ആരാണോ നിങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്നത്, അവനിൽ നിന്ന് വേണം ആ അനുഗ്രഹം വരാൻ. അല്ല നിങ്ങൾ ആ പണം എടുത്ത് പാവപ്പെട്ടവനെ സഹായിച്ചു കഴിഞ്ഞാൽ, നോ, ദാറ്റ്സ് എ ഡിഫറെന്റ് പ്രിൻസിപ്പിൾ. അതാണ് ശരിക്കും ചാരിറ്റി വർക്ക്. അത് ചെയ്യേണ്ടത് ശരിക്കും ആ 90% ഉണ്ടല്ലോ, അതിനകത്തുനിന്ന് വേണം ശരിക്കും ചാരിറ്റി വർക്ക് ചെയ്യാൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഐ ഹാവ് പുട്ട് എ ഫൗണ്ടേഷൻ ഹിയർ ടുഡേ. ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനകത്ത് ശരിക്കും നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ, നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ വാട്സാപ്പിനകത്ത് എനിക്ക് മെസ്സേജ് അയച്ചാട്ടെ. അടുത്ത പ്രാവശ്യം നമ്മൾ സൂം മീറ്റിംഗ് ചെയ്യുമ്പം അതിന്റെ ക്ലാരിഫിക്കേഷൻസും ഓഫറിങ്സ്, പുതിയ നിയമസഭയ്ക്ക് ഇത് എങ്ങനെ മാത്രം ആപ്ലിക്കബിൾ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാനും പഠിക്കാനും കാരണമാകും. ദയവ് ചെയ്ത് വെൻ ഐ പ്രസന്റ് എ മെസ്സേജ്, പ്ലീസ് എന്ത് പറയുന്നത്, ശരിക്കും പ്ലീസ് ടേക്ക് ഇറ്റ് സീരിയസ്ലി. കാരണം ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഒറ്റ ഒരു മെസ്സേജ് പോലും, ഞാൻ പറയട്ടെ, എന്റെ സ്വഭാവം അനുസരിച്ച്, ഇഫ് ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സ്പീക്ക്, എനിക്ക് സംസാരിക്കാനൊന്നുമില്ലെങ്കിൽ, ഐ വിൽ ക്യാൻസൽ ദ സൂം മീറ്റിംഗ്, ഐ വിൽ ക്യാൻസൽ ദ ഫേസ്ബുക്ക് ലൈവ്, ഐ വിൽ സേ ഐ ഡോണ്ട് ഹാവ് നത്തിങ്. അത് എനിക്കൊന്നും പറയാനില്ല. കർത്താവിനൊന്നും പറയാനുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ വല്ലതും പറയാനുള്ളത്? ഹല്ലേലൂയ. ചില ആൾക്കാർ നമ്മളോട് ചോദിക്കും, ഫേസ്ബുക്ക് ലൈവ് എല്ലാ ദിവസവും ആക്കാവോ, അല്പസമയം അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും കൂടെ ഒക്കെ ആക്കാവോ? നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് എന്താണോ പറയാനുള്ളത് അതാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്. ഐ ആം സെർവിങ് ഹിം, ഐ ആം സെർവിങ് ദ ഓൾമൈറ്റി, ദ ലോർഡ് ജീസസ്. ഹല്ലേലൂയ. കർത്താവിന് എന്താണോ പറയാനുള്ളത്, കർത്താവിനൊന്നും പറയാനില്ലെങ്കിൽ ഐ ഹാവ് ടു ബി വെരി സൈലന്റ്. സോ ഞാൻ ഇത് കർത്താവിന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്ന സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ് പറയുന്നു. ദയവേത് എന്നെ തെറ്റിദ്ധരിക്കരുത്. ദിസ് ഈസ് ഫോർ യുവർ ബ്ലെസ്സിങ്. നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയും കർത്താവിന്റെ ആ ഒരു വർക്ക് ഈ ദിവസങ്ങളിൽ നടക്കാൻ വേണ്ടിയുമാണ്. പരിശുദ്ധാത്മാവിന്റെ കൂടെ നിങ്ങൾ ഇരിക്കണം. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. ബിക്കോസ് യുവർ ഫൈനാൻസസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കർത്താവ് വെറുതെ എടുക്കത്തില്ല. നിങ്ങളെ അനുഗ്രഹിച്ചതിന് ശേഷം മാത്രമേ കർത്താവ് ആ പൈസ എടുക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആത്മീയമായിട്ട് അല്ലെങ്കിൽ ഭൗതികമായിട്ട് നിങ്ങൾക്ക് ടൈത്ത് ചെയ്തിട്ടും കൊടുത്തിട്ടും അഭിവൃദ്ധി കിട്ടുന്നില്ലെങ്കിൽ, ഞാൻ പറഞ്ഞ ആ 3 പ്രിൻസിപ്പിൾ, നല്ല സ്ഥലത്താണോ വിതയ്ക്കുന്നത്, 2 നല്ല ഹൃദയത്തോടെയാണോ വിതയ്ക്കുന്നത്, പിന്നെ അത് ബ്രേക്ക് ചെയ്യാതാണോ വിതയ്ക്കുന്നത്, ഈ പ്രിൻസിപ്പിൾസ് നിങ്ങൾ പ്രാർത്ഥിക്കാം. അല്പസമയം ഒത്തിരി നേരം നിങ്ങൾ എടുത്തു. ഐ എം സോറി ഫോർ ദാറ്റ്. ഓക്കെ.